പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ SDPI ജമാഅത്തെ ഇസ്ലാമി വോട്ട് വേണ്ടെന്ന് വെക്കാൻ UDF തയ്യാറാവുമോ എന്നത് തെരഞ്ഞെടുപ്പിൽ ഉടനീളം ഉയർന്ന ചോദ്യമാണ്. എന്നാൽ കോൺഗ്രസ് നേതൃത്വം അതിന് കൃത്യമായ ഉത്തരം നൽകിയിരുന്നില്ല. എന്നാൽ ഇപ്പോൾ SDPI ജമാഅത്തെ ഇസ്ലാമി നേതാക്കൾക്കൊപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ നിൽക്കുന്ന ചിത്രങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ രൂപമായ വെൽഫെയർ പാർട്ടിയുടെ ഓഫീസിലെത്തിയാണ് രാഹുൽ നേതാക്കളെ സന്ദർശിച്ചത്. കൂടാതെ വിക്ടോറിയ കോളേജിന് സമീപത്തുള്ള പഴയകോട്ട ഹനഫി ജുമാ മസ്ജിദ് പള്ളിക്ക് മുൻപിൽ SDPIക്കാർക്കൊപ്പവും രാഹുൽ നിൽക്കുന്ന ചിത്രങ്ങൾ ജനം TVക്ക് ലഭിച്ചു. SDPIക്കാർക്കൊപ്പം രാഹുൽ നിൽക്കുന്ന ചിത്രങ്ങളിൽ പള്ളികൾ കേന്ദ്രീകരിച്ച് വിതരണം ചെയ്തു എന്ന് പറയുന്ന ലഘുലേഖയും കാണാനാവും. പാലക്കാട് 10,000-ഓളം വോട്ടുകൾ UDFന് നൽകിയെന്ന് SDPI ജില്ലാ സെക്രട്ടറി തന്നെ വാർത്താ സമ്മേളനം നടത്തി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിജയത്തിൽ തങ്ങളുടെ വോട്ടുകൾ നിർണായകമായിട്ടുണ്ടെന്നാണ് SDPI പറയുന്നത്. പാലക്കാട് മണ്ഡലത്തിലെ മതേതര വോട്ടുകൾ ഭിന്നിക്കാതെ ഏത് പാർട്ടിക്കാണ് അവിടെ മുൻതൂക്കമുള്ളത് അവർക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിക്കാനുള്ളൊരു തീരുമാനമായിരുന്നു, ആ ഒരു നിലപാടായിരുന്നു പാർട്ടി സ്വീകരിച്ചത്. പാർട്ടിയുടെ ആഹ്വാനപ്രകാരം പാലക്കാട്ടെ മതേതര വോട്ടുകൾ ഭിന്നിക്കാതെ ഏത് പാർട്ടിക്കാണോ കൂടുതൽ സ്വാധീനമുള്ളത് എന്നുള്ള നിലക്ക് UDFന്റെ വൻ വിജയത്തിന് കാരണമാവുകയും ചെയ്തു. 150 ബൂത്തുകളിൽ 128ഓളം ബൂത്തുകളിൽ പാർട്ടിക്ക് സ്വാധീനമുണ്ട് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ. പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അപകടകരമായ രാഷ്ട്രീയമാണ് പയറ്റിയതെന്നും ന്യൂനപക്ഷ വോട്ടുകൾ തട്ടിയെടുക്കാൻ ഗ്രീൻ ആർമി ഉൾപ്പെടെ രൂപീകരിച്ച് പള്ളികളും ന്യൂനപക്ഷ വീടുകളും കേന്ദ്രീകരിച്ച് പ്രവർത്തനം നടത്തുകയാണ് ചെയ്തത് എന്നും BJP നേരത്തെ ആരോപിച്ചിരുന്നു. BJPയുടെ ആരോപണങ്ങൾ ശരിവെക്കുന്നതാണ് നിലവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ. ജനം, പാലക്കാട്. നമസ്തേ, ജനം ഡിബേറ്റിലേക്ക് സ്വാഗതം. പാലക്കാട് UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലിനായി ഗ്രീൻ ആർമി പ്രവർത്തിച്ചെന്ന BJP ആരോപണത്തിൽ കഴമ്പുണ്ടെന്ന് തെളിഞ്ഞിരിക്കുന്നു. രാഹുലിന് വോട്ടഭ്യർത്ഥിച്ച് SDPI വിതരണം ചെയ്ത ലഘുലേഖ തയ്യാറാക്കിയത് കോൺഗ്രസ്. ലഘുലേഖകളുമായി നിൽക്കുന്ന SDPI പ്രവർത്തകർക്കൊപ്പമുള്ള രാഹുലിൻ്റെ ഫോട്ടോ പുറത്തു വന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ രൂപമായ വെൽഫെയർ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നേതാക്കളുമായി രാഹുൽ കൂടിക്കാഴ്ച നടത്തുന്ന ഫോട്ടോയും പുറത്തായി. ഈ പശ്ചാത്തലത്തിൽ ജനം ഡിബേറ്റ് പരിശോധിക്കുന്നു. കേരള രാഷ്ട്രീയത്തിൽ പൊളിറ്റിക്കൽ ഇസ്ലാം പിടിമുറുക്കുന്നു. നിയമവിദഗ്ധൻ അഡ്വക്കേറ്റ് K. രാംകുമാർ, BJP വക്താവ് അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ, കോൺഗ്രസ് വക്താവ് അഡ്വക്കേറ്റ് സേനാപതി വേണു, SDPI സംസ്ഥാന സെക്രട്ടറി അൻസാരി ഏനാത്ത് എന്നിവ അതിഥികളാവുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു, ഒപ്പം പ്രേക്ഷകരെയും. അഡ്വക്കേറ്റ് സേനാപതി വേണു, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ കോൺഗ്രസ് SDPI ബാന്ധവം പകൽ പോലെ വ്യക്തമായിരിക്കുന്നു. അതിൻ്റെ തെളിവുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഫിസിക്കൽ പ്രസൻസ് വെളിവായതിനാൽ ഞങ്ങളൊരു വർഗീയ ശക്തിയുടെയും പിന്തുണ തേടിയിട്ടില്ലെന്ന് എങ്ങനെ പറയാനൊക്കും? നമ്പ്യാരെ, 23-ാം തീയതി ഏതാണ്ട് ഉച്ചയോടുകൂടിയാണല്ലോ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം വന്നത്. അവിടെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് 18,840 വോട്ടിന്റെ ചരിത്ര ഭൂരിപക്ഷത്തിലാണ് ഞങ്ങൾ ജയിക്കുന്നത്. അപ്പോ ഞങ്ങൾ ജയിച്ചപ്പോൾ ഉണ്ടായ ദുരന്തം എന്താ എന്ന് ചോദിച്ചാൽ, ഭരിക്കുന്ന പാർട്ടി 3-ാം സ്ഥാനത്ത്. കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിനേക്കാൾ 10,000-ൽ ചില്ലുവാനും വോട്ട് NDAയുടെ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ BJPയുടെ സ്ഥാനാർത്ഥിക്ക് കുറവുണ്ട്. അപ്പൊ ഈ രണ്ടു കൂട്ടർക്കും ഇപ്പോൾ എന്തെങ്കിലും ഒരു ന്യായീകരണം പറയണമല്ലോ. ഞങ്ങൾക്ക് എങ്ങനെയാണ് 18,840 വോട്ട് ഭൂരിപക്ഷം കിട്ടിയതിന്റെ ഒരു ന്യായീകരണത്തിന്റെ ഭാഗമായി പിറ്റേ ദിവസം മുതൽ ഒരേ ഫാക്ടറിയിൽ നടിച്ചിറക്കുന്ന നറേറ്റീവാണ്. ഒരു സിനിമയ്ക്കകത്ത് തിലകനും ശ്രീനിവാസനും കൂടെ സൈക്കിളിൽ പോകുമ്പോൾ രണ്ടുപേരും സംസാരിക്കുമ്പോൾ പുറകിലിരിക്കുന്ന ആളോട് മുമ്പിലിരിക്കുന്ന ആൾ ചോദിക്കുന്നു, ചേട്ടന്റെ ശബ്ദം എന്റെ ശബ്ദം പോലെ തന്നെയാണല്ലോ. ഇത് തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഞങ്ങൾ 18,840 വോട്ടിന്റെ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പൊ ഞങ്ങളുടെ രണ്ട് എതിരാളികളും ഒരേ ശബ്ദത്തിൽ അവരങ്ങ് പറയുകയാണ്. എന്താണ് ഇത്? SDPIയുടെ വോട്ട്, SDPIയുടെ വോട്ട്, SDPIയുടെ വോട്ട്. SDPIയുടെ ഒരു പ്രതിനിധി ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്.
കഴിഞ്ഞ 2-ാം തീയതിയാണ്, നവംബർ മാസം 2-ാം തീയതിയാണല്ലോ ആദ്യമായിട്ട് SDP-യുടെ ഒരു ശബ്ദം ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കേൾക്കുന്നത്. SDP-യുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഒരു അലിയാരുടെ ഇനിഷ്യൽ ഇപ്പം ഞാൻ ഓർക്കുന്നില്ല, അലിയാരുടെ നേതൃത്വത്തിൽ 3 പേര് പത്രസമ്മേളനം നടത്തുന്നു. പത്രസമ്മേളനത്തിൽ അവർ പറയുന്നു, ഞങ്ങൾ വയനാട്ടിൽ സോണിയാഗാന്ധിക്ക് നിരുപാധികമായ പിന്തുണ, പ്രിയങ്ക ഗാന്ധിക്ക് പിന്തുണ, ഞങ്ങൾ പാലക്കാട് ആര് ജയിക്കും എന്നുള്ളയാൾക്ക് പിന്തുണ. ഞാൻ ചോദിക്കുന്ന ഈ മാന്യ വ്യക്തികൾക്ക് അന്തസ് എന്ന് പറയുന്ന, പൊളിറ്റിക്കൽ അന്തസ് എന്ന് പറയുന്നത് അതാണല്ലോ രാഷ്ട്രീയത്തിൽ വേണ്ടത്. എന്നാ പറയട്ടെ, കഴിഞ്ഞ 2-ാം തീയതി ഞങ്ങൾ ഇതാ പാലക്കാട് ഞങ്ങൾ UDF-ന് പിന്തുണ കൊടുക്കുന്നു. അപ്പോ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ അഭൂതപൂർവമായ ഭൂരിപക്ഷം നേടിക്കഴിഞ്ഞപ്പോ പിന്നെ 4 കൊടിയുമായിട്ട് അവിടെ പ്രകടനം നടത്തുന്നു. ഇപ്പോ ഞാൻ ചോദിക്കുന്നു, കമലാ ഹാരിസ് അമേരിക്കയിൽ സ്ഥാനാർത്ഥിയായി വന്നു കഴിഞ്ഞപ്പോഴേക്കും തിരുച്ചിറപ്പള്ളിയിൽ അവരുടെ വേരുള്ള നാട്ടില് പ്രകടനം നടത്തി എന്ന് പറഞ്ഞ പോലെ, ഇപ്പൊ അമേരിക്കയിൽ നിന്ന് ആർക്കെങ്കിലും നിയന്ത്രിക്കാൻ പറ്റുമോ നിങ്ങൾ പ്രകടനം നടത്തരുതെന്ന് പറഞ്ഞ്. ഈ വേറൊരു തമാശ കണ്ടത്, ഡൊണാൾഡ് ട്രംപിന് വേണ്ടി കാഞ്ഞിരപ്പള്ളിയിലെ രൂപതയിൽപ്പെട്ട പഴയടം പള്ളിയിൽ അവിടെ നൊവാനോ എന്താ അതിന് 200 രൂപ എന്താ പറഞ്ഞേ പള്ളിയിൽ ഇതിന് ഫീസ് അടച്ച് ഡൊണാൾഡ് ട്രംപിന്റെ വിജയത്തിന് വേണ്ടി. ഇനിയിപ്പോ നാളെ ആരെങ്കിലും പറയുകയാണ് ഇവിടെ നൊവാന നടത്തിയത് കൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിൽ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതെന്ന് പോലെ. അപ്പൊ ഞങ്ങള് ഇത്ര വലിയൊരു ഭൂരിപക്ഷത്തിൽ ഈ വർഗീയ ശക്തികളോട് മുഴുവൻ സന്ധിയില്ലാത്ത പോരാട്ടം നടത്തി ഞങ്ങൾ വിജയിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വിജയത്തിന്റെ അതിന്റെ എന്താ പറയുന്നത് അതിന്റെ ഒരു ഖ്യാതിയെ കെടുത്തുന്നതിന് വേണ്ടി അവിടെ ജമാഅത്തിയുടെ കൂടി അല്ലെങ്കിൽ SDP-ക്കാരുടെ കൂടി ഞങ്ങൾ ഇവരെ ഒന്നുമല്ല, പാലക്കാട്ടെ നല്ല മതേതര വിശ്വാസികളായ, ഞാൻ ചോദിക്കുന്നു, പാലക്കാട് BJP-ക്ക് മാത്രം വോട്ടുള്ള മൂത്താന്തറ പോലെയുള്ള പ്രദേശങ്ങളിൽ ഞങ്ങൾക്ക് തന്നെയാ വോട്ടുകൾ ഒഴുകി വന്നത്. അവിടെ ഏത് SDP-ക്കാരനാണ് ഞങ്ങൾ വോട്ട് ചെയ്തത്? അപ്പോൾ ഇതൊക്കെ നമ്പ്യാരെ ഒരു തെരഞ്ഞെടുപ്പിലെ ഞങ്ങളുടെ വിജയം, കാരണം BJP വിജയം പ്രതീക്ഷിച്ചവര് 10,000 ചിലവാണ് വോട്ടിന്റെ കുറവ് വന്നു. ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് ഒരുത്തന് അപ്പുറത്ത് ചെന്നേച്ച് ഇടതുപക്ഷത്ത് പോയി ഇപ്പൊ അങ്ങ് ജയിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു പോയ ആള് ഭരിക്കുന്ന പാർട്ടി ജനവികാരമില്ല സർക്കാരിനെതിരെ എന്ന് പറയുമ്പോൾ 3-ാം സ്ഥാനത്ത് പോയി. അപ്പൊ ഈ 2 കൂട്ടർക്കും എന്തെങ്കിലും ഒരു ന്യായീകരണം പറയണം. ആ ന്യായീകരണത്തിന് വേണ്ടി ഞങ്ങൾ വർഗീയ ശക്തിയെ കൂട്ടുപിടിച്ചു, ഞങ്ങൾ അവരെ കൂട്ടുപിടിച്ചു, ഞങ്ങൾ ഇവരെ കൂട്ടുപിടിച്ചു. ഞങ്ങൾ ഒരാളെയും കൂട്ടുപിടിച്ചില്ല. ഞങ്ങൾ പരസ്യമായി ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാട് പരസ്യമായി പ്രഖ്യാപിച്ചു. സേനാപതി വേണു, ഇതുവരെ തെളിവുകൾ ഉണ്ടായിരുന്നില്ല, പക്ഷെ തെളിവുകളാണ് പുറത്ത് വിട്ടത്. നമുക്ക് തെളിവുകൾ വെച്ച് സംസാരിക്കാം. ഈ ലഘുലേഖകളുമായി നിൽക്കുന്ന SDP-I പ്രവർത്തകർക്കൊപ്പമുള്ള രാഹുലിന്റെ ഫോട്ടോ, അത് ഇത് ചെയ്താണ്, മോർഫ് ചെയ്തതാണെന്ന് പറയാൻ പറ്റുമോ അഡ്വക്കേറ്റ്? രണ്ടാമത്തെ കാര്യം, ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ രൂപമാണല്ലോ വെൽഫെയർ പാർട്ടി. ആ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നേതാക്കളുമായി രാഹുൽ കൂടിക്കാഴ്ച നടത്തുന്ന അടുത്ത ഫോട്ടോ. തെളിവുകൾ സംസാരിക്കുന്ന തെളിവുകൾ. നമ്പ്യാരെ കേക്ക്, ഞാൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഒരു സ്ഥാനാർത്ഥിയാണ്. ഞാൻ പോകുന്ന വഴിക്ക് CPM-ന്റെ ഓഫീസ് കാണുമ്പോൾ നമ്മൾ അവിടെ കയറി ഒരു സ്ഥാനാർത്ഥി എന്നതിൽ സൗഹൃദം, CPM-കാർ വോട്ട് ചെയ്യുമെന്ന് വിശ്വസിച്ചാണ്. ഞാൻ പോകുന്ന വഴിക്ക് BJP-യുടെയും RSS-ന്റെയും ഓഫീസും കാര്യാലയവും കാണുമ്പോൾ ഞാൻ കയറും, ഒരു നമസ്കാരം പറയും, അവരെന്നെ പരിചയമുള്ളവര് ചേട്ടാ ഇരിക്ക് അല്ലെങ്കിൽ സന്തോഷം പറയും, വോട്ട് അവിടെ ഇതൊക്കെ ഒരു ജനാധിപത്യ രാജ്യത്തെ തെരഞ്ഞെടുപ്പ്. ഇവിടെ ബഹുമാന്യ ശ്രീ ഗോപാലകൃഷ്ണൻ സാർ ഇരിപ്പുണ്ട്, അദ്ദേഹവും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആളാണ്. എന്നാൽ ഇനിയിപ്പം CPM-ന്റെ ഒരു ഓഫീസ് കണ്ടു, ഞങ്ങൾ ഇടത്തോട്ട് തിരിഞ്ഞു പോവാ, അങ്ങനെയൊന്നും ഇല്ലെന്നേ. അപ്പോ ആരെങ്കിലും ഒരിടത്ത് വോട്ട് ചോദിക്കാൻ പോയി അല്ലെങ്കിൽ ആരെയെങ്കിലും കണ്ടു, അതിന്റെ ഒരു പടമെടുത്തതിന് ശേഷം ജമാഅത്ത്. ഇനി ഞാൻ ചോദിക്കുന്നു, ഇപ്പോ SDP-യുടെ പ്രതി എത്ര വോട്ടുണ്ടെന്ന് ഇവർക്ക് എത്ര വോട്ടുണ്ട്? ഇപ്പൊ SDP-യുടെ പ്രതിനിധി അതുപോലെ വെൽഫെയർ പാർട്ടിയുടെയും ഓഫീസിൽ പോകുന്നത്. നിങ്ങൾ ഒരു ഭാഗത്ത് പറയുന്നു നിങ്ങൾ മതേതരത്വം ഉയർത്തിപ്പിടിക്കുന്നു, വർഗീയ പാർട്ടികളുമായി യാതൊരു തരത്തിലും സന്ധി ചേരില്ല എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുന്നു. അതാണ് നിങ്ങളുടെ നയം, നിങ്ങളുടെ സമീപനം അതാണെന്ന് പറയുന്നു. പക്ഷേ മറുഭാഗത്ത് നിങ്ങൾ എന്തിനു പോയി എന്നുള്ളതാണ് ചോദ്യം. തെരഞ്ഞെടുപ്പിൽ ആരുടെയെങ്കിലും ഒരു മനുഷ്യനെ കണ്ടു കഴിഞ്ഞാൽ, അവിടുത്തെ വോട്ടറെ കണ്ടു കഴിഞ്ഞാൽ, ഇവൻ SDP-I ആണോ, ഇവൻ RSS ആണോ, ഇവൻ മാവോയിസ്റ്റ് ആണോ, ഇവൻ കമ്മ്യൂണിസ്റ്റ് ആണോ, ഇതൊന്നും നോക്കിയല്ല തെരഞ്ഞെടുപ്പിൽ വോട്ട് കിട്ടുന്നതിന് വേണ്ടി. നിങ്ങളിപ്പോ വോട്ട് ചോദിക്കുമ്പോൾ അതിൽ ഒരു പക്ഷേ അവരുടെ രാഷ്ട്രീയം ഒരുപക്ഷെ നിങ്ങൾക്ക്, വോട്ടറിൻ്റെ രാഷ്ട്രീയം നിങ്ങൾക്ക് ഒരുപക്ഷെ മനസ്സിലാവില്ല, അറിയില്ലായിരിക്കാം. പക്ഷെ അതല്ല, ഇത് രണ്ട് ഫോട്ടോകളാണ്. ആ ഫോട്ടോ അത് കൃത്രിമമായി ഉണ്ടാക്കിയതാണെന്ന് വേണമെങ്കിൽ അഡ്വക്കേറ്റ് സേനാപതി വേണുവിന് വാദിക്കാം. ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞോട്ടെ. ഇതിപ്പോ നോക്കൂ, വെൽഫെയർ പാർട്ടിയുടെ ഓഫീസിൽ പോയി അവിടുത്തെ നേതാക്കന്മാരുമായി കൂടിക്കാഴ്ച നടത്തുന്ന ഫോട്ടോ,
രാഹുൽ മാങ്കൂട്ടത്തിൽ കൂടിക്കാഴ്ച നടത്തുന്ന ഫോട്ടോ പുറത്തു വന്നിരിക്കുന്നു. രണ്ടാമത്, അതായത് നേരത്തെ തന്നെ ഒരു ആരോപണം ഉണ്ടായിരുന്നു, അവിടെ ഗ്രീൻ ആർമി പ്രവർത്തിക്കുന്നു. അത് ഒരു കോൺഗ്രസ് MLAയുടെ നേതൃത്വത്തിൽ മതസ്ഥാപനങ്ങളിൽ അതുപോലെ ഇവരുടെ മുസ്ലിം വീടുകൾ കേന്ദ്രീകരിച്ച് നിങ്ങൾ പ്രചരണം നടത്തി. അതന്ന് ഒരാക്ഷേപമായിട്ട് മാത്രമാണ് നിന്നത്. പക്ഷേ അതിന്നിപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ്, പകൽ പോലെ വ്യക്തമായിരിക്കുകയാണ്. അല്ല, ഒരു മിനിറ്റ് നോക്കൂ. ആ ലഘുലേഖ SDPI പ്രവർത്തകർ വിതരണം ചെയ്ത ലഘുലേഖ അച്ചടിച്ചു കൊടുത്തത് കോൺഗ്രസ് ആണെന്ന ആരോപണം ഉണ്ടായിരുന്നു. ആ ലഘുലേഖയുമായി SDPI പ്രവർത്തകൻ നിൽക്കുന്നു. ആ പ്രവർത്തകൻ നിൽക്കുന്നത് ആരോടൊപ്പമാണ്? രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം. അപ്പം ഞാൻ വീണ്ടും പറയുകയാണ്, ശബ്ദിക്കുന്ന തെളിവുകളാണ്, വെറും തെളിവുകളല്ല. ഞാൻ അതിനൊരു മറുപടി പറഞ്ഞോട്ടെ. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വടകരയിൽ ഷാഫി പറമ്പിൽ മത്സരിക്കുമ്പോൾ ഇതുപോലെ തെരഞ്ഞെടുപ്പിന്റെ തലേദിവസം വന്നത് ഷാഫി പറമ്പിൽ 5 നേരം നിസ്കരിക്കുന്ന ദീനബോധോ അതിനെ ഉപയോഗിക്കുന്ന പദം, സാങ്കേതിക പദം എനിക്കറിയില്ല, ആളാണ്. അപ്പുറത്ത് മത്സരിക്കുന്നത്, ആ പദം ഇപ്പം നമ്മൾ പറയണ്ടല്ലോ, അത് കേരളത്തിൽ വ്യാപകമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്, ആളാണ്. അപ്പോ ഇത് എവിടെയാണ്, ആരുടെ മൂശയിലാണ് ഇത് അച്ചടിക്കപ്പെട്ടത് എന്നുള്ളത് ഇപ്പൊ വടകര കോടതി ഇന്ന് വളരെ ശക്തമായി അന്വേഷണ ഉദ്യോഗസ്ഥനോട് ചോദിച്ചിരിക്കുകയാണ്, നിങ്ങൾ എന്തേ ഈ അന്വേഷണത്തിൽ വീഴ്ച വരുത്തുന്നത്. ഇനി ഞാൻ ഒരു കാര്യം നമ്പ്യാരെ ഓർമ്മപ്പെടുത്തുന്നു. ഈ പാർലമെന്റ് അസംബ്ലി മണ്ഡലത്തിനകത്തുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ടുകൾ സമാഹരിക്കുന്നതിന് വേണ്ടിയാണല്ലോ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് അഡ്വക്കേറ്റ് സേനാപതി വേണു, താങ്കളുടെ ദൃശ്യം കാണുന്നില്ല, ശബ്ദം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ അതും കിട്ടുന്നില്ല. ഓക്കെ, ശ്രീ അൻസാരി വളരെ യാദൃച്ഛികമായി വെൽഫെയർ പാർട്ടിയുടെ ഓഫീസിൽ പോകുന്നു സ്ഥാനാർത്ഥി വോട്ടഭ്യർത്ഥിക്കുന്നതിനിടയിൽ. അതുപോലെ വളരെ യാദൃച്ഛികമായി SDPI പ്രവർത്തകരെ കാണുന്നു എന്നൊക്കെയാണ് കോൺഗ്രസിൻ്റെ വക്താവ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അങ്ങനെയാണോ? അതാണോ യാഥാർത്ഥ്യം? എനിക്ക് ഇതിൽ ആദ്യം സൂചിപ്പിക്കാനുള്ളതേ, നമ്മുടെ ടൈറ്റിൽ പൊളിറ്റിക്കൽ ഇസ്ലാം, അതിനോടൊപ്പം SDPയുടെ കൊടിയും. ജനം എന്താണ് ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്? ജനം TV എന്താണ് ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്? അത് വ്യക്തമാണല്ലോ. ഇതിൽ ആ ടൈറ്റിൽ നിന്ന് തന്നെ വ്യക്തമാണല്ലോ. പൊളിറ്റിക്കൽ ഇസ്ലാം പിടിമുറുക്കുന്നു കേരള രാഷ്ട്രീയത്തിൽ. ചർച്ച ചെയ്യുന്ന പല സംവാദങ്ങളും നടക്കുന്നുണ്ട്. ഡിബേറ്റബിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, വളരെ ഹോട്ടായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ നോക്കൂ, പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുമ്പോൾ ഞാനത് അൻസാരിയോട് കൃത്യമായിട്ട് വ്യക്തമാക്കേണ്ട ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. SDPI അറിയാലോ, നാട്ടിൽ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ രാഷ്ട്രീയ രൂപമാണ് SDPI അല്ലേ? SDPI കേരള രാഷ്ട്രീയത്തിൽ അവർക്ക് ഉള്ള സ്വാധീനം, അതായത് BJP ഒരു കാരണവശാലും, BJP സ്ഥാനാർത്ഥി ഒരു കാരണവശാലും തിരഞ്ഞെടുക്കപ്പെടരുത്, BJPക്ക് കേരളത്തിൽ വീണ്ടും അക്കൗണ്ട് തുറക്കാനുള്ള ഒരു അവസരവും ഉണ്ടാവരുത്, അതുകൊണ്ട് കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തുന്നു, അതിനുള്ള എല്ലാ ആയുധങ്ങളും സംഭരിക്കുന്നു. അതിന് കൃത്യമായിട്ട് ഇടത് വലത് മുന്നണികളെ നിങ്ങൾ തരം നോക്കി, നിങ്ങൾ സമയം നോക്കി നിങ്ങൾ കൃത്യമായിട്ട് പിന്തുണയ്ക്കുന്നു. ശരിയല്ലേ? അതല്ലേ പാലക്കാട് കണ്ടത്? ഓക്കെ ഞാൻ പറയാം. BJPയെ പരസ്യമായി എതിർക്കുന്നു, BJP ജയിച്ചു വരാതിരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അതാണ് നിങ്ങൾ പൊളിറ്റിക്കൽ ഇസ്ലാമിനോട് ചേർത്ത് ഇത് വെച്ചെങ്കിൽ ഓക്കെ, നിങ്ങൾ അതാണ് ഓക്കെ. പക്ഷേ വേറെ ഒരു എന്തെങ്കിലും ഉദ്ദേശം, അതായത് ഇത് മതത്തെ ഏറ്റവും കൂടുതൽ പറയുകയും ഈ രാജ്യം ഒരു മതരാഷ്ട്രമാകണമെന്ന് പ്രഖ്യാപിക്കുന്ന ഏക പ്രസ്ഥാനം അത് BJP മാത്രമേ ഉള്ളൂ. BJP അല്ലാതെ ഒരു പ്രസ്ഥാനം, ഒരു പാർട്ടിയും അങ്ങനെ പറയുന്നില്ല. അതുകൊണ്ട് തന്നെ അത് നമുക്ക് ഏതായാലും നിങ്ങളുടെ ഈ ഒരു ജനം TVയുടെ BJP ഒരിടത്തും പറഞ്ഞിട്ടില്ല. മറ്റൊന്ന് ഇസ്ലാമിക് സ്റ്റേറ്റിന് വേണ്ടി 2047 ഇസ്ലാമിക് സ്റ്റേറ്റ് യാഥാർത്ഥ്യമാക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി നീങ്ങുന്ന ഒരേ ഒരു പ്രസ്ഥാനം നിങ്ങളുടെ പ്രസ്ഥാനമാണ് അല്ലേ?
അത് നമ്പ്യാർക്ക് എവിടെ നിന്ന് കിട്ടി? SDP എങ്ങനെ പിന്നെ 2047 ഇസ്ലാമിക രാജ്യം ആവണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്പ്യാർ ഈ സ്ഥാനം രാജിവെക്കുവോ അല്ലെങ്കിൽ പിൻവലിക്കുവോ? അല്ല, അതാണല്ലോ, അതുകൊണ്ടാണല്ലോ നിങ്ങളുടെ നേതാക്കന്മാർ SDP വലിയ വിഭാഗം തന്നെ, SDP വലിയ വിഭാഗമാണ്, വലിയ സ്വാധീനമുള്ള പാർട്ടി തന്നെ. എന്താ തിഹാർ ജയിലിൽ കിടക്കാത്തവരായിട്ട് രാഷ്ട്രത്തില് വേറെ ആരുമില്ലേ? കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ തിഹാർ ജയിലിൽ കിടക്കുന്നത് ഈ രാജ്യത്ത് എന്തെങ്കിലും അപമാനമാണോ? നിങ്ങൾക്ക് അപമാനമായിരിക്കും. തിഹാർ ജയിലൊക്കെ വിട്. നിങ്ങളുടെ പിന്നെ BJP-യുടെ നേതാക്കന്മാർ തിഹാർ ജയിലിൽ നടന്നിട്ടുണ്ട്. ഞാൻ പറയുന്നത് അതല്ല. ജനൻ TV-യുടെ കൃത്യമായ രാഷ്ട്രീയ പിന്നെ ഇത് കൃത്യമായിട്ട് അറിയാം. അത് ഓക്കെ, അത് വിടുന്നു, ഞാൻ വിടുന്നു. മറ്റൊന്ന്, നിങ്ങളിപ്പോൾ വലിയ എക്സ്ക്ലൂസീവായിട്ട് 2-3 പിന്നെ ചിത്രങ്ങൾ ഇങ്ങനെ കാണിക്കുക, അത് റൗണ്ട് ചെയ്തൊക്കെ ഇങ്ങനെ കാണിക്കുക. എന്താ കാണിക്കുന്നത്? ഏറ്റവും വലിയ പിന്നെ എന്താ എക്സ്ക്ലൂസീവാണ്. ജനൻ TV SDP-യുടെ പിന്നെ നേതൃത്വ അല്ലെ പിന്നെ പ്രവർത്തകരുമായിട്ട് രാഹുൽ മാങ്കൂട്ടം നിൽക്കുന്നു. ഞാൻ പറയുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടുമില്ല, പറയാം. നിങ്ങൾ പറയുമ്പം ഇത് സൗണ്ട് കേൾക്കാൻ കഴിയില്ല, അതുകൊണ്ടാണ് പറയുന്നത്. പറഞ്ഞോളൂ. കേൾക്കുന്നോ? കേൾക്കാം, പറഞ്ഞോളൂ. അതായത് ഞാൻ പറയുന്നത് ഈ പിന്നെ ഈ ഏറ്റവും വലിയ എക്സ്ക്ലൂസീവ് വാർത്ത ജനൻ TV-ക്ക് ലഭിച്ചിരിക്കുന്നു. ഇനിയിപ്പം ഇന്ത്യ ഇടിഞ്ഞു വീണു. കാര്യം എന്തുവാ? രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്നെ SDP-യുടെ പ്രവർത്തകർ നിങ്ങൾ ഇന്നും നേരം വെളുക്കാത്തവരാണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. SDP എവിടെ നിൽക്കുന്നു? അല്ലെങ്കിൽ SDP-യുടെ ഞാൻ ചോദിച്ചിട്ടോ, വെൽഫെയർ പാർട്ടിയുടെ ഓഫീസിൽ വന്നു, വളരെ വലിയ അപരാധമാകുന്നു. SDP-യുടെ പ്രവർത്തകരുമായി ചേർന്ന് ഫോട്ടോ എടുക്കുന്നു, വലിയ അപരാധമാകുന്നു. PDP-യുമായി ചേർന്ന് നിൽക്കുന്നു, അത് അപരാധം എന്ന് വെച്ചാൽ പിന്നെ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇവിടെ ഇന്ത്യൻ പിന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രജിസ്റ്റർ ചെയ്ത് രാജ്യത്ത് 10-700 ജനപ്രതിനിധികളുള്ള ഒരു പാർട്ടിയാണ് SDP. നിങ്ങൾ ഭരിക്കുന്ന BJP ഭരിക്കുന്ന ഉത്തർപ്രദേശിൽ 3 ജില്ലാ പഞ്ചായത്ത് അംഗമുള്ള ഒരു പാർട്ടിയാണ്. ഇന്നിവിടെ ജാർഖണ്ഡിൽ 2 പിന്നെ ജില്ലാ പഞ്ചായത്ത് 48 ഗ്രാമപഞ്ചായത്തുകളടക്കം ജനപ്രതിനിധികളുള്ള പാർട്ടി SDP. തമിഴ്നാട്ടിൽ പിന്നെ ജനപ്രതിനിധികളുണ്ട്. കർണാടകയിൽ 7 പഞ്ചായത്തും നഗരസഭകളും ഭരിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന എന്തോ ഒരു വലിയ ഭീകരത, ഇത് എത്ര നാൾ മുന്നോട്ട് പോകും? SDP-യിൽ ഇന്ന് കേരളത്തിൽ പോലും നിങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടല്ലോ, പല പ്രദേശങ്ങളിലും SDP-യുടെ പിന്തുണ ഇല്ലാതെ LDF-നോ UDF-നോ കഴിയുന്നില്ല എന്നാണ് നിങ്ങൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഈ പാർട്ടി ചെറിയ പാർട്ടി ആയതുകൊണ്ടാണോ? ഈ കേരളത്തിൽ പിന്നെ മതേതര വോട്ടുകൾ അല്ലെങ്കിൽ മതേതര ചിന്താഗതി ആഗ്രഹിക്കുന്ന, മതനിരപേക്ഷത ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിക്കും കടന്നു വരാൻ കഴിയുന്ന, ജനാധിപത്യ മൂല്യം ഉൾക്കൊള്ളുന്ന, അതിനനുസരിച്ചുള്ള ഭരണഘടനയുള്ള, രാജ്യത്തെ ഭരണഘടന അംഗീകരിക്കുന്ന യഥാർത്ഥ രാഷ്ട്രീയ പാർട്ടിയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ. അതിന്റെ വളർച്ചയിൽ അത് ആർക്കെങ്കിലും പിന്തുണ കൊടുത്താൽ, അത് ആർക്കെങ്കിലും ഒക്കെ പിന്നെ പ്രവർത്തിച്ചാൽ, കേട്ടില്ല, മതേതരത്വമാണ് SDP-യുടെ മുഖമുദ്ര. ഹലോ, അതിനകത്ത് എന്താണ്? SDP-ക്ക് മതേതരത്വമല്ലാതെ എന്താണ് നിങ്ങൾക്ക് തെളിയിക്കാനുള്ളത്? നിങ്ങൾ സൂചിപ്പിച്ചു പിന്നെ തിഹാർ ജയിൽ, അത് പഴകിപ്പൊളിച്ചു പോയി. 2 വർഷം കൊണ്ട് നിങ്ങളത് പറയുക. 2 വർഷം കൊണ്ട് പറഞ്ഞതിന് ശേഷം ഇപ്പോഴ് നേരത്തെ പാലക്കാട് നേരത്തെ ഈ പറയുന്ന 2 വർഷത്തിന് മുമ്പുള്ള വോട്ടിനേക്കാൾ എത്രയോ 10 മടങ്ങ് പാലക്കാട് മണ്ഡലത്തിൽ മാത്രം പാർട്ടിക്ക് വർദ്ധിച്ചു എന്ന് ഇടതുപക്ഷം വിലയിരുത്തുക. ഇടതുപക്ഷത്തിന്റെ വിലയിരുത്തലാണ് സരിൻ പറയുന്നത്. അവിടെ 4000 വോട്ടുണ്ട് എന്ന് SDP-കാരനല്ല പറഞ്ഞത്. അവിടെ പറയുന്നത് ഇടതുപക്ഷത്തിന്റെ ഏഷ്യാനെറ്റിന്റെ അദ്ദേഹം ചോദിക്കുമ്പോൾ നിങ്ങൾ ആധികാരികമായി കണക്ക് വെച്ച് പറയുന്ന ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ നിങ്ങളോട് ചോദിക്കുന്നു. അപ്പോൾ അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നു 4000 വോട്ടുണ്ട് SDP-ക്ക്. SDP പറഞ്ഞാൽ കേൾക്കുന്ന 8000-ഓളം വോട്ടുണ്ടായിരുന്നു. ഏതാണ്ട് 10-30,000 ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ 15,000-ലധികം വോട്ടുകൾ SDP സമാഹരിക്കാൻ കഴിഞ്ഞു എന്ന് ഒരു സ്ഥാനാർത്ഥി വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നുണ്ടെങ്കിൽ ഈ പാർട്ടി നിങ്ങൾ ഇന്നും പഴകിപ്പൊളിച്ച ആ ആരോപണമായി നിങ്ങൾ മുന്നോട്ട് പോയിക്കോ. ഞങ്ങളുടെ പാർട്ടിയുടെ അടിത്തറ പിന്നെ വളരെ ശക്തമാക്കിക്കൊണ്ട് അടിത്തറ പ്രവർത്തിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. എന്റെ ചോദ്യത്തിന് താങ്കൾ ഇതുവരെയായും മറുപടി തന്നിട്ടില്ല. ഞാൻ ചോദിച്ചത് ഇത്രയേ ഉള്ളൂ. അതായത് കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞ എന്താ, യാദൃച്ഛികമായി നമ്മളിങ്ങനെ കണ്ടുമുട്ടി, വോട്ട് അഭ്യർത്ഥിക്കുന്നതിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ SDP പ്രവർത്തകരെ കാണുന്നു, വെൽഫെയർ പാർട്ടിയുടെ ഓഫീസിലേക്ക് പോകുന്നു. ഇതൊക്കെ യാദൃച്ഛികമാണ്. ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളുമായി കൂടിയാലോചന നടത്തി
ചില ഉറപ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണല്ലോ നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന് പാലക്കാട് മണ്ഡലത്തിൽ പിന്തുണ നൽകിയത്. ആണോ അല്ലയോ? യെസ് ഓർ നോ? അല്ല, അതിന് നമ്മൾ കൃത്യമായി 2-ാം തീയതി നടന്ന പിന്നെ നമ്മുടെ വാർത്താ സമ്മേളനത്തിൽ, ഈ ഇലക്ഷൻ തൊട്ട് മുമ്പ് നടന്ന സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്ന ഹമീദ് മാഷ് പറഞ്ഞിരുന്നു എടുത്തിരിക്കുന്ന നിലപാടെന്താണ്. അവിടെ പിന്നെ ഒരു കാരണവശാലും പിൻവാതിലൂടെ ഇപ്പൊ BJP ഒരു ജനാധിപത്യ രീതിയിൽ ഇടപെടുകയും ജനാധിപത്യ പ്രക്രിയയിൽ ഇടപെട്ടുകൊണ്ട് ജയിക്കുന്നതിനെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അത് ജനാധിപത്യപരമായ രാജ്യത്ത് സർവ്വസാധാരണമാണ്. അത് SDPക്കും പറ്റും, BJPക്കും പറ്റും, ആർക്കും പറ്റും. പക്ഷേ ചില മതേതര പാർട്ടികളെയൊക്കെ ഉൾപ്പെടുത്തി ഇങ്ങനെ ഒരു മുന്നണി ഉണ്ടാക്കി പോകുന്നത്, അത് പിൻവാതിലൂടെ ജയിക്കാൻ ഒരു അവസരം ഉണ്ടാകരുത്. അവിടെ BJPക്ക് വളരെ സാധ്യതയുണ്ടാകുന്നു. അവിടെ തൊട്ട് പിന്നിൽ നിൽക്കുന്നത് ആരാണോ, അവിടെ അന്നേരം പേര് പറഞ്ഞില്ല, അതാണ് സേനാപതി ഇവിടെ പറഞ്ഞു. അവിടെ ഞങ്ങൾ പഠനം നടത്തി, അല്ലെങ്കിൽ പഠിച്ച് അവിടെ ഞങ്ങൾ പ്രവർത്തിക്കും. ഞങ്ങൾ പഠനം നടത്തി, ഞങ്ങൾ ആധികാരികമായി പഠനം നടത്തി. അപ്പോൾ LDF ബഹുദൂരം പിന്നിലാണെന്ന് നമുക്ക് മനസ്സിലായി. അതിനുശേഷം ആരാണോ മുന്നിലുള്ളത് അവർക്ക് വേണ്ടി വർക്ക് ചെയ്തു, പ്രവർത്തിച്ചു. അത് അവരുടെ മഹിമ കൊണ്ടല്ല, അവരോട് ചർച്ച ചെയ്തിട്ടല്ല, അവരെന്തെങ്കിലും വലിയ ഈ രാജ്യത്ത് വിപ്ലവം സൃഷ്ടിക്കുമെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല. പക്ഷേ നമ്മൾ കൃത്യമായി നമ്മുടെ പിന്നെ BJP പോലൊരു പ്രസ്ഥാനം മുനമ്പം പോലുള്ള വിഷയങ്ങളിൽ വർഗീയ ചേരുവരുണ്ടാക്കുന്നു, ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ സംഘർഷമുണ്ടാക്കാൻ ശ്രമിക്കുന്നു, ക്രൈസ്തവരും മുസ്ലിങ്ങളും തമ്മിൽ സംഘർഷമുണ്ടാക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെയുള്ള ഒരു അവസരം ഈ കേരളത്തിലെ കേന്ദ്രമന്ത്രി അടക്കം സന്ദർശിച്ചിരുന്നു. മുനമ്പത്തുകാർ അവരിങ്ങോട്ട് വരണ്ട, BJP നേതാക്കന്മാർ അങ്ങോട്ട് വരണ്ട എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. മുനമ്പത്തുകാർക്കില്ലാത്ത പരാതി എന്തിനാണ് അൻസാരി? ഇപ്പോഴും എനിക്ക് ഉത്തരം കിട്ടിയില്ല. ഞാൻ ചോദിച്ചത് UDF നേതൃത്വവും SDPI നേതൃത്വവും അടിസ്ഥാനത്തിലാണോ ഇങ്ങനെ ഒരു ധാരണയ്ക്ക് നിങ്ങൾ തീരുമാനിച്ചത്? ഇപ്പൊ പറയുന്നു SDPI പിന്നെ ആയിട്ട് അങ്ങനെ ഒരു ധാരണയിൽ എത്തിയിട്ടില്ല എന്നൊക്കെ പിന്നെ KPCC അധ്യക്ഷനൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എനിക്കറിയേണ്ടത് നിങ്ങളുമായിട്ടൊരു ധാരണയുണ്ടാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണോ നിങ്ങൾ വോട്ട് കൊടുത്തത്? ഇന്നിപ്പോൾ പാലക്കാട് ജില്ലാ സെക്രട്ടറി തന്നെ പറഞ്ഞിട്ടുണ്ട് 10,000-ത്തിലധികം SDPIയുടെ വോട്ടുകൾ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് കൊടുത്തിട്ടുണ്ട് എന്ന്. അപ്പോൾ മാത്രമല്ല, ആ ലീഫ്ലെറ്റിൻ്റെ കാര്യം കൂടി, ലഘുലേഖയുടെ കാര്യം കൂടി താങ്കളൊന്ന് പറയണം. ലഘുലേഖ അത് കോൺഗ്രസ് അച്ചടിച്ച് തന്നു, SDPI പ്രവർത്തകർ വിതരണം ചെയ്തു. ശരിയാണോ അല്ലയോ? രണ്ട് കാര്യം. പാർട്ടിക്ക് ആരും ലഘുലേഖ അടിച്ചു തരേണ്ട ഗതികേട് പാർട്ടിക്ക് വന്നിട്ടില്ല. ഞങ്ങളുടെ പാർട്ടി വളരെ കൃത്യമായി ഏതെങ്കിലും മണ്ഡലങ്ങളിൽ ഇടപെടുകയോ പ്രവർത്തിക്കുകയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ സ്വന്തമായി, ഇനി പാർട്ടിക്ക് ഫണ്ടില്ലെങ്കിൽ ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രവർത്തകരെടുത്ത് പറഞ്ഞാൽ അവരുടെ പോക്കറ്റിൽ നിന്ന് പൈസ തരും. ആ പ്രസ്ഥാനം കേഡർ പ്രസ്ഥാനമാണ്, പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഞങ്ങൾ നോട്ടീസ് അടിച്ചു. 15,000 നോട്ടീസ് ഞങ്ങൾ അടിച്ചു. അതിൻ്റെ കണക്ക് ഞാൻ പറയാം. 28 കുടുംബസംഗമങ്ങൾ ഞങ്ങൾ നടത്തി. അത് പിന്നെ കോൺഗ്രസുമായിട്ട് ആലോചിച്ചിട്ടോ അന്വേഷിച്ചിട്ടോ ചർച്ച ചെയ്തിട്ടോ അല്ല. ഞങ്ങൾ BJP അവിടെ ജയിക്കരുത്, ഈ പറയുന്ന മുസ്ലിങ്ങളെയും ക്രൈസ്തവരെയും തമ്മിൽ അകലാൻ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന BJPക്ക് അവസരമുണ്ടാകരുത്. ഈ രാജ്യത്ത് മതനിരപേക്ഷത തളരരുത്, അത് വളരണം. കൃത്യമായി ഇടപെടലിൻ്റെ ഭാഗമായിട്ട് 28 കുടുംബസംഗമം നടത്തി. അതുപോലെ തന്നെ 15,000 നോട്ടീസ് ഞങ്ങൾ അടിച്ചു. അതുപോലെ 116 പിന്നെ കേന്ദ്രങ്ങളിൽ ഞങ്ങൾ ഇത് നടത്തി. 300 പ്രവർത്തകർ പങ്കെടുത്തു. 125 ബൂത്തിൽ ഞങ്ങൾ പ്രവർത്തകർ സജീവമായി. അതിൽ 91 ബൂത്തിൽ വളരെ കൃത്യമായി പ്ലാനിങ്ങോടുകൂടി ഞങ്ങൾ ഇടപെട്ടു. അതൊക്കെ വളരെ കൃത്യമാണ്. ഞങ്ങൾക്ക് വളരെ കൃത്യമായി പ്ലാനിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പോകുന്നത്. പക്ഷേ അതൊന്നും ആരും ചർച്ച ചെയ്തിട്ടോ ആരെങ്കിലും ഞങ്ങൾക്ക് എന്തെങ്കിലും തന്നിട്ടൊന്നുമല്ല. ഞങ്ങൾക്ക് ഈ രാജ്യത്തിൻ്റെ അവസ്ഥ അറിയാം. ഈ രാജ്യത്ത് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് എന്താണ് എന്ന് കൃത്യമായ ധാരണ ഞങ്ങൾക്കുണ്ട്. ആ ധാരണ എന്താണോ, അതിന് എന്താണോ വിജയം വേണ്ടത്, അത് ഞങ്ങൾ പ്രവർത്തിക്കും. ഞങ്ങളുടെ പാർട്ടി കേരള പാർട്ടിയാണ്. ഞങ്ങളുടെ പ്രവർത്തകരോട് പറഞ്ഞാൽ വളരെ കൃത്യമായി. രാഹുൽ മാങ്കൂട്ടത്ത് നിങ്ങളെ കാണാൻ വന്നിരുന്നോ? നിങ്ങളുടെ പ്രവർത്തകരെ കാണാൻ വന്നിരുന്നോ? രാഹുൽ മാങ്കൂട്ടത്തിൽ നേതൃത്വങ്ങളോട്, അതായത് നേതാക്കളോട് വന്ന് കണ്ടതായി എനിക്കറിയില്ല. പക്ഷേ നോട്ടീസ് വിതരണം ചെയ്ത സമയത്ത് ഒരുപക്ഷെ നമ്മുടെ പ്രവർത്തകരുടെ ആയിട്ട് കണ്ടിട്ടുണ്ടാകും. ഒരു സ്ഥാനാർത്ഥി ചില വോട്ടർമാരെ കാണുന്നതിൽ എന്ത് തെറ്റാണ് ജനൻ TV കാണുന്നത്? അതാണ് ഞാൻ ചോദിക്കുന്നത്. എന്ത് തെറ്റാണ്? ആ മണ്ഡലത്തിലെ വോട്ടർമാരാണ് അവർ. UDFന് വേണ്ടി പ്രവർത്തിക്കുന്ന അവിടുത്തെ
നിരോധിക്കപ്പെട്ട ഒരു സംഘടനയുടെ രാഷ്ട്രീയ രൂപമാണ് SDPI. അതുകൊണ്ട് തന്നെ അത് വലിയൊരു അക്ഷന്തവ്യമായിട്ടുള്ള അപരാധമാണ്, ഗുരുതരമായിട്ടുള്ളൊരു തെറ്റാണ്. അങ്ങനെയുള്ളവരുമായി കൈകോർക്കുക എന്ന് പറയുന്നത്, നിങ്ങളൊരു ഭാഗത്ത് മതേതരത്വം പറയുന്നു, മറുഭാഗത്ത് മത തീവ്രവാദം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. അത് തെളിഞ്ഞതല്ലേ സാർ? 1.5 വർഷമായി നിങ്ങളുടെ നേതാക്കന്മാർ കിടക്കുകയല്ലേ തിഹാർ ജയിലിൽ. ഇപ്പോൾ നിങ്ങൾക്ക് തിഹാർ ജയിലിൽ രാഷ്ട്രീയ നേതാക്കന്മാരും കിടക്കുന്നുണ്ട് എന്ന് പറയുന്നു. പക്ഷേ അവരൊന്നും തീവ്രവാദം ആ കേസിലല്ല പെട്ടല്ല ജയിലിൽ കിടന്നത്, തിഹാർ ജയിലിൽ കിടന്നത്. മറ്റ് പല കേസുകൾക്കായിരിക്കും രാഷ്ട്രീയ നേതാക്കന്മാർ കിടന്നിട്ടുണ്ട്. യെസ്, ഇപ്പോൾ പലരും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവരൊക്കെ ജയിലിൽ കിടന്നിട്ടുണ്ടോ? നിങ്ങൾക്ക് അതൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാം. പക്ഷേ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയതിന്, അത് വ്യക്തമായി കണ്ടെത്തിയതിന് ഈ രാജ്യത്ത് നിരോധിക്കപ്പെട്ട ഒരു സംഘടന, ആ സംഘടനയുടെ രാഷ്ട്രീയ രൂപം അവരുമായി കൈകോർക്കുമ്പോൾ, അവരുടെ തോളിൽ കൈയിടുമ്പോൾ അത് തെറ്റാണെന്ന് ജനം TV പോലുള്ളൊരു മാധ്യമം വിളിച്ചു പറയും. അതിലെന്തെങ്കിലും ഒരു തെറ്റുണ്ടായതായി നമുക്ക് തോന്നുന്നില്ല. ഒരു തെറ്റുള്ളതായിട്ട് നമുക്ക് ഒരിക്കലും തോന്നുന്നില്ല. അങ്ങനെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് ഒരുപക്ഷെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വീക്ഷിക്കുമ്പോൾ, അല്ലെങ്കിൽ കോൺഗ്രസ്, ഇടതുമുന്നണി ഒക്കെ ഒരുപക്ഷെ അവർക്ക് വോട്ട് ബാങ്കിന് വേണ്ടി അവർ ഒരുപക്ഷെ നിങ്ങളെ വളർത്തുന്നുണ്ടാവും, നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടാവും. പക്ഷേ ആ കണ്ണിലൂടെ ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല. അൻസാരി, ക്ഷമിക്കുക. അഡ്വക്കേറ്റ് രാംകുമാർ, പാലക്കാട്ടെ ഈ അവിശുദ്ധ കൂട്ടുകെട്ട് നൽകുന്ന സന്ദേശം എന്താണ്? ആരായാലും ശരി, ഏത് നമ്പ്യാർ ചെയ്താലും ശരി, അത് ശരിയല്ല. SDPI എന്ന് പറയുന്നത് പോപ്പുലർ. ഒരു നിമിഷം ശ്രീ ഗോപാലകൃഷ്ണൻ, അഡ്വക്കേറ്റ് രാംകുമാർ. ഇവിടെ മതേതരത്വത്തെക്കുറിച്ച് വാചാലമായി സംസാരിക്കുന്ന കേട്ടപ്പോൾ വാസ്തവത്തിൽ എനിക്ക് ചിരി വരികയാണ്. കാരണം ആരാണ് ഈ സംസാരിക്കുന്നത്? കാസർഗോഡ് ഭാഗത്ത് അമ്പലനടയിൽ പച്ചയ്ക്ക് കെട്ടിത്തൂക്കും എന്ന് പരസ്യമായി മുദ്രാവാക്യം വിളിക്കുന്നത് മതേതരമാണോ? എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, കുന്തിരിക്കം കത്തിക്കും എന്ന ആലപ്പുഴയിൽ മുദ്രാവാക്യം വിളിച്ച് പരസ്യമായി നടക്കുന്നതാണോ രാജ്യത്തിൻ്റെ മതേതരത്വത്തിന് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന സംഭാവന? പോട്ടെ, ഇപ്പം തെരഞ്ഞെടുപ്പ് നടന്ന പാലക്കാട്ട് സുൽത്താൻപേട്ട തെരുവുകളിൽ EMS നമ്പൂതിരിപ്പാട് മുത്തലാഖിനെ വിമർശിച്ചപ്പോൾ 4 കെട്ടും 8 കെട്ടും നമ്പൂരി അച്ഛൻ്റെ മോളെയും കെട്ടും എന്ന് മുദ്രാവാക്യം വിളിക്കുന്നതാണോ മതേതരത്വം? അപ്പം മതേതരത്വത്തിൻ്റെ പേരിൽ ഇവിടെ നടക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള വാകതിരിവും ബുദ്ധിയും ഈ രാജ്യത്തെ ജനങ്ങളുണ്ട്. കാരണം ഞാൻ പ്രേക്ഷകരുടെ ശ്രദ്ധ സ്വാതന്ത്ര്യ സമരകാലത്തേക്ക് ഒന്ന് സ്മരിക്കാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ ഹിന്ദു ഭൂരിപക്ഷമുള്ള ഹൈദരാബാദ് സംസ്ഥാനത്ത് മുസ്ലിം രാജാവ് ഉണ്ടായിരുന്നു. മുസ്ലിം ഭൂരിപക്ഷമുള്ള ജമ്മു കാശ്മീരിൽ ഹിന്ദു രാജാവുണ്ട്. ഇതായിരുന്നു നമ്മുടെ രാജ്യത്തിൻ്റെ പാരമ്പര്യം. ഇതാരാ കളഞ്ഞത്? ഞങ്ങൾക്ക് ഹിന്ദുക്കളുമായി ഒന്നിച്ച് ജീവിക്കാൻ പറ്റില്ല എന്ന് പാകിസ്ഥാൻ പ്രമേയം പാസ്സാക്കുന്നത് വരെ ഈ രാജ്യത്ത് യഥാർത്ഥ മതേതരത്വം, അതിൻ്റെ പാരമ്പര്യ മതേതരത്വം നിലനിന്നിരുന്നു. അതിനുശേഷമാണ് മതത്തിൻ്റെ പേരിൽ ഒരു രാജ്യം വേണം എന്നാവശ്യപ്പെട്ടത്. അവിടെ മാത്രം തീർന്നില്ല. ആ പാർട്ടിയുടെ പേര് മതത്തിൻ്റെ പേരാണ്, മുസ്ലിം ലീഗാണ്. അതിൻ്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നം ഇസ്ലാം മതത്തിൻ്റെ ചിഹ്നമാണ്. എന്നിട്ടും ഈ രാജ്യം അത് അനുഭവിച്ചു, അതിനെ എതിർത്ത് പറഞ്ഞില്ല. നമ്മുടെ രാജ്യം വെട്ടിമുറിക്കപ്പെട്ടു. അതിന് ഉത്തരവാദികൾ 2 പേരാണ്, മുഹമ്മദ് അലി ജിന്നയും ജവഹർലാൽ നെഹ്റുവും. ഗാന്ധിജി അതിനോട് അനുകരിച്ചു. എന്നിട്ടും തീർന്നില്ല. ഡൽഹിയിലൊക്കെ സ്വാതന്ത്ര്യ സമ്പാദനത്തിന് ശേഷം മുസ്ലിം ഏരിയകൾ കേട്ടൊരു മുദ്രാവാക്യം ഞാൻ എൻ്റെ സുഹൃത്തുക്കളെ ഓർമ്മിക്കുകയാണ്: ചിരിച്ചുകൊണ്ട് പാകിസ്ഥാൻ നേടി, കത്തികൊണ്ട് ഹിന്ദുസ്ഥാൻ നേടും. ഇതാണോ നിങ്ങളുടെ മതേതരത്വം? ഈ മതേതരത്വം കപട മതേതരത്വമാണ് എന്ന് പറയാൻ ഈ രാജ്യത്ത് ഇന്ന് ദേശാഭിമാനികൾ തയ്യാറായിട്ടുണ്ട്. കാരണം നിങ്ങൾ കൊട്ടിഘോഷിക്കപ്പെടുന്ന മുസ്ലിം ലീഗ് മതേതരത്വത്തിന് ഘടകവിരുദ്ധമായി പ്രവർത്തിച്ച്
അതിനെ ചത്ത കുതിര എന്ന് വിളിച്ച ആളുകളുമായിട്ടാണ് ഇന്ന് നിങ്ങൾ തെരഞ്ഞെടുപ്പ് സഖ്യം ഉണ്ടാക്കുന്നത്. ആരാണ് പറഞ്ഞത്? പാകിസ്ഥാൻ്റെ സഹസ്ഥാപകനായ സാക്ഷാൽ ജവഹർലാൽ നെഹ്റു. ആ ചത്ത കുതിരയെ ഇന്ന് പടക്കുതിരയാക്കിയത് ആരാണ് സുഹൃത്തുക്കളെ? നമ്മുടെ കതിര് ധരിക്കുന്ന കോൺഗ്രസ്സുകാരല്ലേ? CK ഗോവിന്ദനായരും കേളപ്പനും മൊയ്ത് മൗലവിയും എതിർത്ത സംഘടനയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. മൊയ്ത് മൗലവിയെ നെഹ്റു മൗലവി എന്ന് വിളിച്ച് കളിയാക്കിയത് ഞാൻ ചെറിയ കുട്ടിയായിരിക്കുന്ന കാലത്ത്, സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് കേട്ടിട്ടുണ്ട്. അന്ന് സ്വാതന്ത്ര്യ സമരം 47 നിങ്ങളൊക്കെ ഒരു പക്ഷേ സ്വാതന്ത്ര്യത്തിന് ശേഷം വളർന്നതാവുകൊണ്ട് ഈ ചരിത്രം അറിയില്ല. ഈ ചരിത്രം മറന്നുകൊണ്ട് മതേതരത്തെപ്പറ്റി വീമ്പടിക്കരുത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. നിങ്ങൾ കപട മതേതരത്വം എന്ന് പറഞ്ഞു. നിങ്ങളുടെ പാർട്ടി ആർക്ക് വോട്ട് ചെയ്യുന്നതിനും ഈ ജനാധിപത്യ രാജ്യത്ത് ആരും തടസ്സം പറയില്ല. പക്ഷേ അതാണ് മതേതരത്വം എന്ന് അവകാശപ്പെടുന്നത്. കാരണം മറ്റ് മതക്കാരെ കെട്ടിത്തൂക്കും, കുന്തിരിക്കം കത്തിക്കും, അല്ലെങ്കിൽ 4 കെട്ടും 8 കെട്ട് എന്നൊക്കെ മുദ്രാവാക്യം മുഴക്കുന്ന ആളുകൾ ആണെന്ന് വിശ്വസിക്കാൻ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് അല്പം ബുദ്ധിമുട്ടുണ്ട്. അതേപോലെ തന്നെ ചിരിച്ചുകൊണ്ട് പാകിസ്ഥാൻ നേടി, കത്തികൊണ്ട് ഹിന്ദുസ്ഥാൻ നേടും എന്ന് പറഞ്ഞാൽ അതൊരു മതേതര മുദ്രാവാക്യമാണെന്ന് വിശ്വസിക്കാൻ ഈ രാജ്യത്തെ ജനങ്ങൾ. നിർഭാഗ്യവശാൽ സ്വാതന്ത്ര്യ സമ്പാദന കാലത്ത് ജനങ്ങൾ ആരാധിച്ചിരുന്ന, അംഗീകരിച്ചിരുന്ന, ആദരവോടെ കണ്ടിരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പതനം നമ്മളെയൊക്കെ ദുഃഖിപ്പിക്കണം. ഇന്ന് അതിൻ്റെ 10 ജൻപത്ത് പാണക്കാടായി മാറിയിരിക്കുകയാണ്. ഒരു പുതിയ അംഗം കോൺഗ്രസ്സിൽ വന്നു ചേർന്നപ്പോൾ അവർ ഉപദേശം കൊടുക്കുകയാണ്, നേരെ പാണക്കാട് പോയിട്ട് നിങ്ങൾ അനുഗ്രഹം വാങ്ങിക്കൂ. ആ ഗതികേടിലേക്ക് ആ മഹത്തായ പ്രസ്ഥാനം താണുപോയതിൽ ദുഃഖിക്കുന്നവരാണ് എന്നെപ്പോലുള്ള ആളുകൾ. ഇതാണ് മതേതരത്വം എന്നവർ പറയരുത്. ഇതിന് കപട മതേതരത്വം എന്നാണ് പേര്. കാരണം ഇന്ന് ഇന്ത്യ രാജ്യത്ത് മതത്തിൻ്റെ പേരിൽ ഒരു പാർട്ടിയും മതചിഹ്നം അടയാളം ഒരു പാർട്ടിയും ഒന്നേ ഉള്ളൂ. ആ പാർട്ടിയുമായിട്ടാണ് ഇന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ആർക്കും അത്ഭുതമില്ല. മഹത്തായ ആ പ്രസ്ഥാനം ഇന്ന് പതനത്തിൻ്റെ വക്കത്തിലാണ്. കാരണം എല്ലാ സ്ഥലത്തും എനിക്കും എൻ്റെ ഏമാനും 1000 ഉറുപ്പ്യ എന്ന് ശമ്പളം പറയും പോലെ സ്വന്തമായി അസ്തിത്വം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഉത്തർപ്രദേശിൽ സമാജ്വാദിയുടെ അനുഗ്രഹത്തിലും കർണാടകയിൽ SDPIയുടെ അനുഗ്രഹത്തിലും കേരളത്തിൽ മുസ്ലിം ലീഗിൻ്റെയും SDPയുടെയും പോപ്പുലർ ഫ്രണ്ടിൻ്റെയും അനുഗ്രഹത്തിലും നിലനിൽക്കുന്ന ഒരു ഇത്തിക്കണ്ണി പ്രസ്ഥാനമായിട്ട് ഒരു കാലത്ത് മഹത്തരമായിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതപ്പതിച്ചെന്ന് ഭൂരിപക്ഷം ദേശാഭിമാനികളായ ഇന്ത്യക്കാരെ ദുഃഖിപ്പിക്കുന്നൊരവസ്ഥയാണ്. അവർ 10 വോട്ട് കിട്ടാൻ SDPI ഓഫീസിൽ പോയെങ്കിൽ ആർക്കും അതിൽ അത്ഭുതം തോന്നില്ല. കാരണം അവരുടെ മതേതരത്വം കാപട്യമാണ്, കപട മതേതരമാണ് എന്ന് പറഞ്ഞാൽ ആൾ വിശ്വസിക്കില്ല. പോട്ടെ, ഇപ്പോൾ വയനാട് സീറ്റ് കൊട്ടിഘോഷിക്കുന്നുണ്ടല്ലോ. വയനാട് സീറ്റ് മുസ്ലിം ലീഗിൻ്റെ കോട്ടയാണെന്ന് അറിയാത്ത കേരള രാഷ്ട്രീയം വീക്ഷിക്കുന്ന ആർക്കും ഏറ്റവും വോട്ട് നേടിയത് ഏറനാടാണ്. എന്താണ് ഏറനാടിൻ്റെ പാരമ്പര്യം? ഖിലാഫത്തിൻ്റെ പാരമ്പര്യം. വെള്ളിയാഴ്ച കന്നിറക്കാൻ ഹരിജനങ്ങളെ അനുവദിക്കാത്ത പാരമ്പര്യം. ഈ പാരമ്പര്യമുള്ള ആളുകളുടെ വോട്ട് നേടിയാണ് മഹത്തായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വയനാട്ടിലെ വിജയം ആഘോഷിക്കുന്നത്. അവിടെ പച്ചക്കൊടി പിടിക്കാൻ പാടില്ല, ബലൂൺ മാത്രമേ അനുവദിച്ചിട്ടുള്ളൂ. ഈ നാണക്കേട് സഹിച്ചുകൊണ്ട് അവരെ വിജയിപ്പിക്കാൻ ശ്രമിക്കുന്നതാണോ മതേതരത്വം എന്നെൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ പറയുന്നത്? ഞങ്ങൾ പറയും ഇത് കപട മതേതരത്വമാണ്. യഥാർത്ഥ മതേതരത്വം എന്ന് പറഞ്ഞാൽ മതവും രാഷ്ട്രീയവും കൂട്ടിക്കലർത്താൻ പാടില്ല. അതായിരുന്നു സ്വാതന്ത്ര്യ സമ്പാദനത്തിന് മുമ്പ്. പക്ഷേ നിർഭാഗ്യവശാൽ നെഹ്റു കുടുംബം ഈ രാജ്യത്തെ മതത്തിൻ്റെ കാൽച്ചുവട്ടിലെത്തിച്ച് ഇന്നും ആ യാതന ഈ രാജ്യം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രീണനം 47 ശേഷം തുടങ്ങി. ആ പ്രീണനം മൂത്ത് ഇന്ന്
ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് മുദ്രാവാക്യം എഴുതാനുള്ള ധൈര്യം ജവഹർലാൽ നെഹ്റു ഉണ്ടാക്കി കൊടുത്തു. താങ്കൾ പറയണം മതേതരത്വം ഇതാണോ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ? ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് SDP ഏതെങ്കിലും മുസ്ലിം സംഘടന ആഹ്വാനം ചെയ്യുന്നത് ഒരു രാഷ്ട്രീയ ആഹ്വാനമാണോ അതോ മതപരമായ ആഹ്വാനമാണോ? ഈ രാജ്യം ഒരു കാലത്തും മതത്തിൻ്റെ പേരിൽ ആരോടും വിവേചനം നടത്തിയിട്ടില്ല. ലോകത്തിലെ രണ്ടാമത്തെ മുസ്ലിം സമൂഹം ജീവിക്കുന്ന രാജ്യമാണിത് എന്ന് എല്ലാവർക്കും അറിയാം. അവർ നല്ലവരാണ്, രാജ്യസ്നേഹികളാണ്, പരോപകാരികളാണ്, സ്നേഹസമ്പന്നരാണ്, ആതിഥ്യ മര്യാദ അങ്ങേയറ്റം കാണിക്കുന്നവരാണ്, പ്രത്യേകിച്ച് മലബാർ ഭാഗത്ത്. അവരെ വഴി തെറ്റിച്ച് അവർക്കിടയിലുണ്ടാകുന്ന ചില്ലറ അസംതൃപ്തികളും മുതലെടുത്ത് ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്നത് അപകടകരമായ മുദ്രാവാക്യം ചെറുപ്പക്കാർക്കുള്ളിൽ ചോരയിൽ കുത്തിച്ചേർത്ത് അതാണ് മതേതരത്വം, അതുകൊണ്ട് ഞങ്ങൾ മതേതരത്വത്തിന് വേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സഹായിച്ചു എന്ന് പറഞ്ഞാൽ ആ വാദത്തിൻ്റെ പരിഹാസ്യത മനസ്സിലാക്കാൻ ഈ രാജ്യത്തെ ദേശാഭിമാനികളും രാജ്യസ്നേഹികൾക്കും മനസ്സിലാകും. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇവിടെ കോൺഗ്രസിനെയും SDP-യും രണ്ട് മതേതര പ്രസ്ഥാനക്കാർ ഇവിടെ വന്നിരിക്കുന്നുണ്ടല്ലോ. ഞാൻ അവരോട് ചോദിക്കട്ടെ, സന്ദീപ് വാര്യരോട് പാണക്കാട്ട് പോകാൻ പറഞ്ഞു, എന്തേ മഹാരാഷ്ട്രയിൽ പോയിട്ട് ഇപ്പം നിങ്ങൾ മതേതരമായി കൊണ്ടു നടക്കുന്ന ഉദ്ധവ് താക്കറെ കാണാൻ പറയാത്ത? മതേതരത്വത്തിൻ്റെ മറ്റൊരടയാളമാണല്ലോ. നമ്മുടെ തലശ്ശേരിക്കാർ ഇളനീര് വിറ്റിരുന്ന മലബാർ മുസ്ലിങ്ങളെ തല തല്ലി ഓടിച്ചിരുന്ന മതേതര പാർട്ടിയുടെ നേതാവ് ഉദ്ധവ് താക്കറെ ഇപ്പം മതേതര ചേരിയിലാണല്ലോ. അദ്ദേഹത്തെ സന്ദീപ് വാര്യർ പോയി അനുഗ്രഹം നേടാൻ എന്തേ എൻ്റെ സുഹൃത്ത് സേനാപതി വേണുവിൻ്റെ പാർട്ടി പറയാത്തത്? മതേതരമാണല്ലോ, നിങ്ങൾ കെട്ടിപ്പൊറിക്കുന്ന മതേതരമാണ്, അതും കൂടി വേണ്ടതായിരുന്നു. അപ്പം ഈ മതേതരത്വം എന്ന് നിങ്ങൾ പറയുമ്പോൾ അത് വെറും വാചക കസർത്താണെന്ന് ഈ രാജ്യത്തെ ബുദ്ധിമാന്മാരും പ്രബുദ്ധരുമായ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അത് മനസ്സിലായത് കൊണ്ടാണ് മഹാരാഷ്ട്രയിലും ഉത്തർപ്രദേശിലും എല്ലായിടത്തും തോൽക്കുന്നത്. ജയിക്കുന്നത് വയനാട് പോലെയുള്ള സ്ഥലത്ത് മാത്രം, ഏറനാട് പോലെയുള്ള നിയോജകമണ്ഡലങ്ങളുള്ള സ്ഥലത്ത് മാത്രം. ഈ സത്യാവസ്ഥ, രാഷ്ട്രീയ യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കാതെ കണ്ണടച്ചിരുട്ടാക്കി ജനങ്ങളെ മതേതരത്വം എന്ന് പറഞ്ഞ് പറ്റിക്കുന്ന ഏർപ്പാട് ഇനിയെങ്കിലും നിർത്തി പഴയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മഹത്വത്തിലേക്കും യഥാർത്ഥ മതേതരത്തിലേക്കും അതിൻ്റെ ജനവിശ്വാസം നേടിയെടുക്കാനുള്ള ഏർപ്പാടിലേക്ക് ഈ ഇത്തിക്കണ്ണി രാഷ്ട്രീയം വിട്ട് സ്വന്തമായി എന്തെങ്കിലും അസ്തിത്വമുണ്ടെങ്കിൽ മറ്റ് പാർട്ടികൾ ഇന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭാരമാണ് എന്ന് ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഒരു കാലത്ത് ഈ രാജ്യത്തിൻ്റെ ആവേശമായിരുന്നു, ഈ രാജ്യത്തിൻ്റെ ആരാധനാപാത്രമായിരുന്നു, ഈ രാജ്യത്തിൻ്റെ ആശയങ്ങളായിരുന്നു, ഈ രാജ്യത്തിൻ്റെ മുഴുവൻ ആദരം പിടിച്ചു പറ്റിയ മഹൽ സംഘടനയാണ്. ആ സംഘടനയ്ക്ക് ഉണ്ടായ വീഴ്ചയിൽ, പതനത്തിൽ, ദയനീയമായ ഗതികേടിൽ വാസ്തവത്തിൽ ദുഃഖിക്കുന്ന ഒരാളാണ് ഞാൻ. ആ ദുഃഖം ഞാനിവിടെ പങ്കുവെച്ചിട്ടില്ലെങ്കിൽ ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നത് അപ്രസക്തമായും അപൂർണമാകും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മതേതര സുഹൃത്തുക്കളെ, നിങ്ങൾ യാഥാർത്ഥ്യം മനസ്സിലാക്കൂ. വെള്ളിയാഴ്ച മുസ്ലിം വിദ്യാർത്ഥികൾക്ക് മാത്രം സൗജന്യം ചെയ്തു കൊടുക്കണമെന്ന് നിയമത്തിൽ എഴുതി വെച്ചത് മതേതരമാണെന്ന് നിങ്ങൾ അവകാശപ്പെടരുത്. അത് പറയുന്നത് വർഗീയമാണ് എന്ന് നിങ്ങൾ ഇപ്പം തന്നെ പറയും എന്ന് ഞാൻ പ്രതീക്ഷിക്കും. എൻ്റെ സുഹൃത്തുക്കളെ, ഇതല്ല മതേതരത്വം. മതേതരത്വം എന്ന് പറഞ്ഞാൽ മതവും രാഷ്ട്രീയവും കൂട്ടിക്കലർത്തരുത്. മതത്തിൻ്റെ പേരിൽ രാഷ്ട്രീയ പ്രസ്ഥാനം ഇവിടെ പ്രവർത്തിക്കരുത്. മതചിഹ്നമുള്ള ഒരു രാഷ്ട്രീയ കൊടി ഈ രാജ്യത്ത് പാറരുത്. ആ കൊടി വയനാട് തെരഞ്ഞെടുപ്പിൽ പിടിക്കാൻ പാടില്ല എന്ന് ഭയം കൊണ്ട് പറയുന്നത് മതേതരത്വമല്ല, ഭീരത്വമാണ്. ആ പാർട്ടി അവമാനിക്കലാണ്. ഇവിടെ മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ ഏറ്റവും സ്വാതന്ത്ര്യമുള്ള രാജ്യമാണെന്ന്, സംസ്ഥാനമാണെന്ന് മുസ്ലിം മതപണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. മുസ്ലിങ്ങളെ ആരാധിക്കുന്ന തങ്ങൾമാരും
മൗലവിമാരും പറഞ്ഞിട്ടുണ്ട്. ഈ രാജ്യത്തെ പോലെ മുസ്ലിങ്ങൾക്ക് സ്വതന്ത്രമായും ജീവിക്കാനും മറ്റൊരു രാജ്യമില്ല. ആ രാജ്യത്തിൻ്റെ ഭാവി ദയവ് ചെയ്ത് അപകടപ്പെടുത്തരുത്. ഇവിടെ മതവിദ്വേഷത്തിൻ്റെ രക്തം ചെറുപ്പക്കാരിൽ കുത്തിവയ്ക്കാൻ ശ്രമിക്കരുത്. കുന്തിരിക്കം, കെട്ടിത്തൂക്കം തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ ഉപേക്ഷിക്കണം. അത് മതേതരത്വത്തിൻ്റെ ഭാഗമല്ല. ഈ രാജ്യത്തെ മുസ്ലിങ്ങൾ ഒരുപാട് പേര് പാവപ്പെട്ടവരാണ്. ഏറ്റവും താഴെ കടയിൽ നിൽക്കുന്ന ആളുകൾ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ. ഇവിടെ മാത്രമല്ല, ലോകത്തിൽ മുഴുവനത്. ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും മുസ്ലിങ്ങൾ അനാഥാവസ്ഥയിലാണ്. അത് വാസ്തവത്തിൽ സഹതാപമറിയിക്കുന്നു. അതിന് ഇത്തരം മുദ്രാവാക്യം വിളിച്ച് പ്രകോപനപരമായി ഭൂരിപക്ഷ സമുദായത്തെ അടിമപ്പെടുത്തിക്കൊണ്ട് നിർത്താം എന്നാരെങ്കിലും തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ അതിനെതിരായി ശക്തമായ പ്രതികരണം വന്നു എന്ന് ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായൊരു സംസ്ഥാനത്ത് നടന്ന തെരഞ്ഞെടുപ്പ് തെളിയിച്ചു കഴിഞ്ഞു. ഇനിയെങ്കിലും നിങ്ങൾ കണ്ണു തുറക്കണം. ഈ കപട മതേതരത്വത്തിന് നിങ്ങളൊരു അവസാനം കാണണം. എൻ്റെ സുഹൃത്ത് SDPIയുടെ പ്രതിനിധി ഇവിടെ മതേതരത്വത്തിന് വേണ്ടി വോട്ട് ചെയ്തു എന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ വാസ്തവത്തിൽ എനിക്ക് ചിരിയാണ് വരുന്നത്. ഞാൻ അദ്ദേഹത്തിൻ്റെ ആശയത്തെ ആദരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഇവിടെ പ്രവർത്തിക്കാൻ നമ്മുടെ ഭരണഘടന അനുവദിക്കുന്നുണ്ട്. പക്ഷേ അത് വെട്ടിക്കൊല നടത്തിയിട്ടല്ല, കെട്ടിത്തൂക്കുമെന്ന് പറഞ്ഞിട്ടല്ല, അല്ലെങ്കിൽ കുന്തിരിക്കം കത്തിക്കുമെന്ന് പറഞ്ഞിട്ടല്ല. അതിന് മാന്യമായ രീതികളുണ്ട്. നമ്മുടെ ഭരണഘടനയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും നിശ്ചയിച്ച രീതികൾ കൂടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതിന് ഒരു സംഘടനയ്ക്കും നമ്മുടെ നാട്ടിൽ ഒരു തടസ്സവും ആരും നിൽക്കുന്നില്ല. ഭൂരിപക്ഷ സമുദായം അത് അംഗീകരിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് പറയട്ടെ, നമ്മുടെ ഭരണഘടന ഉണ്ടാക്കിയപ്പോൾ നിരപരാധികളായ പാകിസ്ഥാനിലുള്ള അഭയാർത്ഥികളുടെ നെടുവീർപ്പറ്റത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മുടെ ഭരണഘടന ഉണ്ടാക്കിയത്. എന്നിട്ടും അതിൽ ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേകം സംരക്ഷണം നൽകാനുള്ള വിശാലമായ മനസ്ഥിതി കാണിച്ച രാജ്യമാണ് നമ്മളത്. അതിന് നന്ദിയെങ്കിലും പ്രകാശിപ്പിക്കണ്ടേ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ? അതിന് പകരം അവരെ വെട്ടിക്കൊല്ലും, കെട്ടിത്തൂക്കും, കുന്തിരിക്കം കത്തിക്കും എന്ന് പറയുന്നതാണോ നിങ്ങൾ മനസ്സിലാക്കിയ മതേതരത്വം? ആ മതേതരത്വം ഇസ്ലാമിക പാരമ്പര്യങ്ങൾക്ക് വിരുദ്ധമാണെന്നാണ്. ഞാൻ ഇസ്ലാം പണ്ഡിതനൊന്നല്ല, ഞാൻ പഠിച്ച ഇസ്ലാമിക തത്വങ്ങൾ വെച്ച് നോക്കി എൻ്റെ ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിം സുഹൃത്തുക്കളുടെ ജീവിത രീതി കണ്ട് ഇതല്ല ഇസ്ലാം, ഇതല്ല നിങ്ങൾ വിപേക്ഷിക്കുന്ന ഇസ്ലാം. ഇസ്ലാം ഒരു മതത്തിനോടും വിരോധം പ്രകടിപ്പിക്കുന്നതല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എൻ്റെ മതം എന്ന് ഖുറാനിൽ പറഞ്ഞത് എൻ്റെ സുഹൃത്ത് അൻസാരി ഈ ഘട്ടത്തിലൊന്ന് ഓർമ്മിക്കുന്നത് നന്നായിരിക്കും. അതാണ് യഥാർത്ഥ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാട് തന്നെയാണ് നമ്മുടെ ഭാരതത്തിൻ്റെ പാരമ്പര്യം. ദയവ് ചെയ്ത് ആ പാരമ്പര്യം തകിടം മറിക്കുന്ന ഒരു പ്രവൃത്തിയിലും നിങ്ങൾ ഏർപ്പെടരുത്. നിങ്ങൾക്ക് തിരഞ്ഞെടുപ്പിൽ ആരെ വേണമെങ്കിൽ സഹായിക്കാം, പക്ഷേ അത് രഹസ്യമായിട്ടായിരിക്കരുത്. കപട മതേതരത്തിൻ്റെ മൂടുപടം അണിഞ്ഞുകൊണ്ടായിരിക്കുന്നത്, മുഖം മൂടി അണിഞ്ഞുകൊണ്ടായിരിക്കരുത്. ഞങ്ങളുടെ പ്രസ്ഥാനത്തിന് വേണ്ടി നിലകൊള്ളുന്നു, ഞങ്ങളുടെ നിലപാട് ശക്തമാക്കുന്നു, വ്യക്തമാക്കുന്നു എന്ന് പറയാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. എന്തിനാണ് ഈ രഹസ്യ ചർച്ച? ഇതാണ് യഥാർത്ഥ പ്രശ്നം. ഇതാണ് യഥാർത്ഥ മതേതരവാദിയുടെ കാഴ്ചപ്പാട്. കപട മതേതരവാദത്തിൻ്റെ കാഴ്ചപ്പാടാണ് രഹസ്യമായ ചർച്ചകൾ. ഈ തത്വം ഒന്ന് മനസ്സിലാക്കി നിങ്ങളുടെ പാർട്ടി പ്രവർത്തകരെ ഉത്ബോധിപ്പിക്കുന്നു. ഈ രാജ്യത്ത് ശാശ്വതമായ വിവിധ മതവിഭാഗങ്ങൾ ഒന്നിച്ച് ജീവിക്കേണ്ടവരാണ്. നമുക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ വികസനമാണ് പ്രധാനം. അതിന് സഹകരിക്കുന്നതിന് പകരം കപട മതേതരത്വം മുറുകെ പിടിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനം നടത്തുന്നതും, ഇന്ത്യയിൽ ഒരു കാലത്ത് പ്രമുഖമായിരുന്ന ഒരു രാഷ്ട്രീയ കക്ഷി അതിൻ്റെ ചുക്കാൻ പിടിക്കുന്നതും ഞങ്ങൾക്ക് വിദ്വേഷത്തെക്കാൾ കൂടുതൽ വിഷാദമാണ് ഉണ്ടാക്കുന്നത്. വളരെ വിനയപൂർവ്വം എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്, എൻ്റെ എളിയ അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് പരിഗണിച്ചാൽ ഞാൻ വളരെ വളരെ ബഹുമാന്യതനായി. അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ, എന്തായാലും തെളിവുകൾ പുറത്തു വന്നിരിക്കുന്നു.
കോൺഗ്രസിൻ്റെ SDPI വെൽഫെയർ പാർട്ടിയുമായിട്ടുള്ള അവിശുദ്ധ ബന്ധമാണ് ഇന്ന് തെളിവുകൾ സഹിതം ഞങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത്. അതിന് SDPIയുടെ പ്രതിനിധി പറഞ്ഞു അതിൽ വലിയ കാര്യമൊന്നുമില്ല, യാദൃച്ഛികമായി പലരെയും കണ്ടുമുട്ടും. കോൺഗ്രസിൻ്റെ വക്താവ് അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. പക്ഷേ ഇവർ കൃത്യമായിട്ട് ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ അങ്ങോട്ട് വോട്ട് നൽകാം എന്ന് ഉറപ്പിച്ചത് എന്ന കാര്യത്തിലും ഒരു വ്യക്തത ഉണ്ടായിരിക്കുന്നു. പക്ഷേ പറഞ്ഞു പഠിപ്പിച്ചതുപോലെ ചില കാര്യങ്ങൾ പറയുന്നു. എന്തായാലും അപകടകരമായ ഒരു രാഷ്ട്രീയം അതല്ലേ കേരളത്തിൽ നിലവിലുള്ളത്. പാലക്കാട് നിന്ന് പഠിക്കേണ്ടത് എന്താണ്? താങ്കൾ ചോദിച്ചതിനൊക്കെ ഞാൻ ഉത്തരം പറയണോ വേണ്ടയോ എന്ന് ആലോചിക്കാം. അതിനു മുമ്പ് എനിക്ക് വളരെ സഹതാപത്തോടു കൂടി, സങ്കടത്തോടു കൂടി, വിഷമത്തോടു കൂടി എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥനായിട്ടുള്ള നമ്മളെല്ലാം ബഹുമാനിക്കുന്ന വളരെ മുതിർന്ന അഭിഭാഷകനായ രാംകുമാർ സാറിനോട് ഖേദപൂർവ്വം പറയട്ടെ, സാർ കടുത്ത ക്രൂരരായ ചെകുത്താന്മാരോട് സാർ വേദം ഓതിയിട്ട് എന്ത് കാര്യം? ആരാണ് SDPI? SDPI ആരാണെന്ന് 3 ദിവസം മുമ്പ് പിണറായി വിജയൻ്റെ പ്രസംഗം ഉണ്ടായിരുന്നു. SDPയുമായി കൂട്ടുകൂടി SDPയുമായി ഇവിടെ കേരളത്തിലെ പല മുനിസിപ്പാലിറ്റിയും പഞ്ചായത്തിലും ഒക്കെ കൂട്ടുകൂടിയവരാണ്. ആ പിണറായി വിജയൻ്റെ പ്രസംഗത്തിലെ ആദ്യത്തെ വരി രാജ്യവിരുദ്ധരായ ഈ SDPയുമായി കൂട്ടുകൂടുന്നത് കോൺഗ്രസ് ശരിയാണോ എന്നാണ്. എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ പറയുന്നു, മുഖ്യമന്ത്രി പറയുന്നു, ഇന്നലെ വരെ കൂട്ടുകൂടിയവൻ കൂടെ കിടന്നവനല്ലേ പനി അറിയുള്ളൂ, രാപ്പനി അറിയുള്ളൂ. ആ പിണറായി വിജയൻ പറയുന്നു ഈ ക്ഷുദ്രജീവികളാണ്, രാജ്യവിരുദ്ധരാണ്, രാജ്യദ്രോഹികളാണ്. ആരാണ് SDPI? ഭിന്ദ്രൻമാല ഭാരതമാതാ കി ജയ് എന്ന് വിളിക്കുന്നത് പോലെ ഭിന്ദ്രൻമാല ഇന്ത്യയെ തുണ്ടുതുണ്ടായി മുറിക്കണമെന്നാഗ്രഹിക്കുക ഭിന്ദ്രൻവാല ഭാരതമാതാ കി ജയ് എന്ന് പറയുന്നത് പോലെയാണ് SDPIയുടെ മതേതരത്വ വാഗ്ദാനം. എന്തിനു പറയുന്നു? ഞാൻ കൂടുതൽ ഇതിൽ പറയേണ്ട ആവശ്യമില്ല. 1921 കത്തി ഞങ്ങൾ ഉറയിൽ നിന്ന് ഇട്ടിട്ടില്ല. 1921 കത്തി എന്ന് പറയുന്നത്, വാൾ എന്ന് പറയുന്നത് പാവപ്പെട്ട ഹിന്ദുക്കളെ കൊന്നൊടുക്കിയതാണ്. അത് ചരിത്രമാണ്. അത് BJP പറയുന്നതല്ല, അത് RSS പറയുന്നതല്ല. 1921 RSSും BJPയും ഇന്ത്യയിലില്ല. ആ മലബാർ ലഹളയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മാപ്പിള ലഹളയുമായി ബന്ധപ്പെട്ട് പുസ്തകം എഴുതിയിട്ടുള്ളത് കോൺഗ്രസ്സുകാരാണ്. എത്രയോ കോൺഗ്രസ്സുകാരുടെ, തലമുതിർന്ന ഒന്നാം തരം കോൺഗ്രസ്സുകാരുടെ, ഇന്നത്തെ കോൺഗ്രസ്സുകാരല്ല, SDPയുമായി കൂട്ടുകൂടി, ജമാഅത്ത് ഇസ്ലാമിയുമായി കൂട്ടുകൂടി രാജ്യത്തെ വിഭജിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ക്ഷുദ്രജീവികളുമായി കൂട്ടുകൂടുന്ന കോൺഗ്രസ് അല്ല. ഗോപാലകൃഷ്ണന്റെ പ്രസംഗം കേൾക്കാനല്ല. അല്ല, അത് നിങ്ങൾ ചോദ്യത്തിന് മറുപടി പറയൂ. നിങ്ങൾ ചോദിക്കൂ, നിങ്ങൾ ചോദ്യത്തിന് മറുപടി പറയൂ. അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാനല്ല ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. ഗോപാലന്റെ പ്രസംഗം കേൾക്കേണ്ടതില്ല ഞങ്ങൾക്ക്. മിസ്റ്റർ ഗോപാലന്റെ പ്രസംഗം കേൾക്കേണ്ടതില്ല. ഗോപാലന്റെ പ്രസംഗം കേൾക്കേണ്ടതില്ല. രാംകുമാറിന്റെ പ്രസംഗം കുറെ കേട്ടു. രാംകുമാറിന്റെ പ്രസംഗം കുറെ കേട്ടു. അല്ല, ഞങ്ങൾ ഇങ്ങനെ പ്രസംഗം കേൾക്കാനിരിക്കുന്നവരല്ല. നിങ്ങൾ ചോദ്യം ചോദിക്കൂ, അതിന് മറുപടി പറയും. അതിന് ചോദ്യം ചോദിക്കും, മറുപടി പറയട്ടെ. ഈ ഗോപാലന്റെ പ്രസംഗം കേൾക്കാനാണോ ഞങ്ങൾ ഇവിടെ വിളിച്ചിരുത്തിയിരിക്കുന്നത്? അദ്ദേഹം പറയാനുള്ള പറയട്ടെ, അതിന് മറുപടി പറയണം താങ്കൾ. അദ്ദേഹം പറയട്ടെ. ഗോപാലന്റെ പ്രസംഗം കേൾക്കാനാണോ ഞങ്ങൾ വിളിച്ചിരുത്തിയിരിക്കുന്നത്? താങ്കൾക്ക് താല്പര്യമില്ലേ തുടരാൻ അൻസാരി? താങ്കൾക്ക് താല്പര്യം? ഇവിടുത്തെ ചാനൽ ഡിബേറ്റ് എന്താണ്? ആ വിഷയത്തിൽ ഊന്നി ചോദ്യം ചോദിക്കൂ. മറുപടി പറയട്ടെ അദ്ദേഹം. അതിന് മറുപടി പറയാണ്. താങ്കളൊന്ന് ക്ഷമിക്കുക. എന്താ താങ്കൾക്ക് താല്പര്യമില്ലേ തുടരാൻ? മറുപടി അല്ല പറയുന്നത്. മറുപടി അല്ല പറയുന്നത്. പറയട്ടെ. താങ്കൾ തടസ്സപ്പെടുത്താതെ അദ്ദേഹം പറയട്ടെ. സമയം അപഹരിക്കാതെ ദയവ് ചെയ്ത് സഹകരിക്കുക. അദ്ദേഹം പറയുന്നത് പറയട്ടെ. ശ്രീ ഗോപാലകൃഷ്ണൻ തുടരാം. ഞാനൊരു കാര്യം വളരെ കൃത്യമായി ഒന്നുകൂടെ ഊന്നി പറയുന്നു. ഞാൻ നിങ്ങൾ ചോദിച്ച മറുപടിയിലേക്കാണ് വരുന്നത്. പക്ഷെ മറുപടി പറയുന്നതിന് മുമ്പ് എനിക്ക് എന്നെ തടസ്സപ്പെടുത്തി എൻ്റെ വാക്കുകൾ ഇല്ലാതാക്കേണ്ട ശ്രമമില്ല. ഞാൻ എല്ലാവരും പറയുന്നത് കേട്ടിരുന്ന ആളാണ്. അതിൻ്റെ പേരാണ് സഹിഷ്ണുത. സഹിഷ്ണുത ഇല്ല എന്നുള്ളതാണ് ഇത്തരം സമീപനം സ്വീകരിക്കുന്ന ഇത്തരം സംഘടനകളുടെ സമീപനം തന്നെ. അതവിടെ നിൽക്കട്ടെ. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ പറഞ്ഞു വന്ന കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. 1921 ഹിന്ദുക്കളെ
സാർ നിങ്ങൾ മിണ്ടാതിരിക്കുക, ഞാനൊന്ന് പറഞ്ഞ അതെ, അദ്ദേഹത്തെ തടസ്സപ്പെടുത്താതെ പറയട്ടെ. താങ്കളൊന്ന് ഒരു സെക്കൻഡ് വേണ്ടി സമാപനത്തിൽ ഇരുന്നിട്ട് താങ്കൾ എന്താ വെച്ചാൽ പറഞ്ഞോളൂ. താങ്കൾ ഒന്ന് സംസാരിക്കട്ടെ, ഇതൊരു ചർച്ചയല്ലേ. ഞാൻ എൻ്റെ അഭിപ്രായം പറയട്ടെ. താങ്കളൊന്ന് ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യൂ. ഇത്ര നേരം താങ്കൾ പറഞ്ഞപ്പോൾ ഞാനൊന്നും മിണ്ടിയില്ലല്ലോ. താങ്കൾ പറഞ്ഞോളൂ, ഞാൻ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം പറയൂ, എനിക്ക് വിരോധമില്ല. അപ്പോൾ അങ്ങനെയുള്ള SDPI, ആ SDPI ഞാൻ കൂടുതലൊന്നും പറയാനില്ല. ഈ രാജ്യത്തെ താലിബാൻ ആക്കണമെന്ന് ആഗ്രഹിക്കുന്ന ക്ഷുദ്രജീവികളായ രാജ്യദ്രോഹികളായ SDPIയെ ദേശസ്നേഹികളുടെയും രാജ്യസ്നേഹികളുടെയും പ്രസ്ഥാനമായ RSSുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഈ ജനം ചാനലിൽ വിളിച്ചിരുത്തിയത് ഞങ്ങളെപ്പോലെയുള്ള ദേശസ്നേഹികളെ രാജ്യസ്നേഹികളെ അപമാനിക്കലാണ് എന്ന് ജനം ചാനലിൻ്റെ ചുമതലക്കാരനായ അനിൽ നമ്പ്യാരോടാണ് എനിക്ക് പറയാനുള്ളത്, SDPIക്കാരനോടല്ല. അതുകൊണ്ട് താങ്കളോട് ഞാൻ ഒന്നും കൂടി പറയുന്നു, താങ്കളുടെ ചോദ്യം എന്താ? പാലക്കാട് ഈ രാജ്യദ്രോഹികളായ ആളുകൾ കോൺഗ്രസുമായി ചേർന്നു വന്ന ഈ രാജ്യദ്രോഹികളെ ഈ ചർച്ചയിൽ വിളിച്ചിരുത്തിയതിൽ പ്രതിഷേധിച്ചുകൊണ്ട് രാജ്യസ്നേഹി എന്ന നിലയിൽ ഞാൻ ഈ ചർച്ചയിൽ നിന്ന് മാറുകയാണ്. കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. രാജ്യദ്രോഹികളെ വിളിക്കാതിരിക്കുക ഈ ചാനലിലെങ്കിലും. എനിക്ക് നാണക്കേടാണ് ഈ ചാനലിൽ ഇന്ന് ഇയാളുടെ കൂടെ ഇരുന്ന് സംസാരിക്കാൻ. അതുകൊണ്ട് ഞാൻ എഴുന്നേൽക്കുന്നു, ഈ ചർച്ച ഞാൻ നിർത്തുന്നു. നമസ്കാരം. യെസ്, വളരെയധികം നന്ദി ശ്രീ ഗോപാലകൃഷ്ണൻ. അഡ്വക്കേറ്റ് സേനാപതി വേണു, SDPIയും വെൽഫെയർ പാർട്ടിയും എന്താണെന്ന് അറിയാത്തവരല്ല കോൺഗ്രസ്സുകാർ അല്ലേ? അതിൻ്റെ ഒരു ചരിത്രം, ഈ തീവ്രവാദ ശക്തികളുടെ ചരിത്രം തന്നെ അഡ്വക്കേറ്റ് K. രാംകുമാറും അതുപോലെ അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണനും പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കൂ, അധികാരത്തിന് വേണ്ടി ആരുമായും ഒരു സീറ്റ് കിട്ടാൻ ആരുമായും കൂട്ടുകൂടും, അതിൽ തെറ്റില്ല എന്നാണ് പ്രത്യക്ഷത്തിലല്ല പരോക്ഷമായി പറഞ്ഞ് വെച്ചിരിക്കുന്നത്. നോക്കൂ, വളരെ അപകടകരമായ ഒരു നിലയിലേക്കല്ലേ കേരള രാഷ്ട്രീയം നീങ്ങുന്നത്. കാരണം ഇക്കൂട്ടരാണ് ജനവിധി എന്തായിരിക്കണമെന്ന് തീരുമാനിക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അതിന് കേരളത്തിലെ രണ്ട് പ്രധാനപ്പെട്ട കക്ഷികൾ അവർക്ക് വശംവദരാകുന്നു, അവർക്ക് വിധേയമാകുന്നു, അവർക്ക് കീഴ്പ്പെടുന്ന ഒരു അവസ്ഥ. അത് ഗുണകരമാണോ? നമ്പ്യാരെ, വളരെ പരിണിതപ്രജ്ഞനായ രാംകുമാർ സാർ, ഞങ്ങൾ സ്വകാര്യ സംഭാഷണങ്ങൾ നടത്താറുള്ള ആളാണ്. അദ്ദേഹത്തെ പോലെ മുതിർന്ന ഒരു അഭിഭാഷക രംഗത്തെ ഒരു കുലപതി എന്ന് വിശേഷിപ്പിക്കുന്ന ഒരാളുടെ അഭിപ്രായം ഞാനതെല്ലാം സശ്രദ്ധം കേൾക്കുകയായിരുന്നു. ഞാൻ അതിൻ്റെ അകത്ത് പോസിറ്റീവായിട്ട് ഉൾക്കൊള്ളാൻ എന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സിലെ കോൺഗ്രസ് വിരോധവും അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇനിയിപ്പോൾ ഏതെങ്കിലും ജാതിയോടോ മതത്തോടോ ഉള്ള വിദ്വേഷവും ഒക്കെ അദ്ദേഹം പ്രകടിപ്പിക്കട്ടെ. ഇപ്പം ഞാൻ അതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല. പക്ഷെ എനിക്ക് അദ്ദേഹത്തോട് വിനീതമായിട്ട് ചോദിക്കാനുള്ളത്, അദ്ദേഹം ഇവിടെ പറഞ്ഞത് സന്ദീപ് വാര്യർ പാണക്കാട് പോയി എന്നുള്ളതാണ്. ഞാൻ ചോദിക്കുന്നു സാർ, സന്ദീപ് വാര്യരെ പോലെ ഒരാള്, നിങ്ങൾ ഈ രാജ്യത്തിന്റെ പാരമ്പര്യവും ചരിത്രവും ഒക്കെ പറയുന്ന നിങ്ങളുടെ പാർട്ടിയിൽ നിന്ന് സന്ദീപ് വാര്യരെ പോലെ ഒരാള് പോയത്, അത് സന്ദീപ് വാര്യരുടെ കുഴപ്പമല്ല സാർ, അത് നിങ്ങളുടെ കുഴപ്പമാണ്. അത് നിങ്ങൾ കാണുന്നില്ല. നിങ്ങൾ പാണക്കാട് സന്ദീപ് വാര്യർ പോയതാണല്ലോ നിങ്ങൾക്ക് ആക്ഷേപം. എങ്ങനെ നിങ്ങളുടെ പാർട്ടിയിൽ നിന്ന് പാർട്ടിയുടെ സംസ്ഥാന തലത്തിൽ എന്റെ വക്താവായി ഈ ഫോറത്തിലും എത്രയോ ഫ്ലോറുകളിൽ ഞാനും സന്ദീപ് വാര്യരും ഒക്കെ ചർച്ചകളിൽ പങ്കെടുത്തിട്ടുള്ള, അനിൽ നമ്പ്യാർ നയിച്ച ചർച്ചകളിൽ പങ്കെടുത്തിട്ടുള്ളതാണ്. BJPക്ക് വേണ്ടി ഇത്ര ശക്തമായി ഇത്ര അഡമന്റായി സംസാരിച്ചു കൊണ്ടിരുന്ന സന്ദീപ് വാര്യരെ പോലെ ഒരാളെ പോലും നിങ്ങളിപ്പോ പ്രചരിപ്പിക്കുന്ന ആശയങ്ങൾ അത് അതിന്റെ പൂർണ്ണതയിൽ എത്തിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല. അത് ഞങ്ങളുടെ കുഴപ്പമോ സന്ദീപ് വാര്യരുടെ കുഴപ്പമല്ല, നിങ്ങൾ പ്രതിദാനം ചെയ്യുന്ന ചിന്താഗതിയുടെ കുഴപ്പമോ സാർ. അവിടെയാണ് തിരുത്തൽ വേണ്ടത്. നിങ്ങൾ ഞങ്ങളുടെ പാർട്ടിയുടെ തകർച്ചയെക്കുറിച്ച് വളരെ വിഷണ്ണനാകുന്നു സാർ. വേണ്ട, ഞങ്ങളുടെ പാർട്ടിയെക്കുറിച്ച് തകർച്ചയെക്കുറിച്ച് അങ്ങ് ഒരു ഉത്കണ്ഠയും കൊണ്ടേണ്ട കാര്യമില്ല. അങ്ങ് ഉത്കണ്ഠപ്പെടേണ്ടത് വയനാട്ടിൽ നിങ്ങളുടെ പാർട്ടിക്ക് സാർ കെട്ടിവെച്ച കാശ് കിട്ടിയില്ല. നിങ്ങൾ അതൊന്നും മനസ്സിലാക്ക്. നിങ്ങൾ പാലക്കാട് സാറേ, നിങ്ങൾ ഈ പറയുന്നവർ മുഴുവൻ ആണെങ്കിലും 25% ഉള്ളൂ. ശേഷിക്കുന്ന 75% ചർച്ചയിൽ നിന്ന് വഴി തിരിച്ചു കൊണ്ടുപോകാതെ പ്ലീസ്. നമുക്ക് സമയം അത്രേ ഉള്ളൂ. ആശാസ്യമാണോ ഇത്? നിങ്ങൾക്ക് ഗുണകരമാകുമോ എന്നുള്ളതാണ് ചോദ്യം. വഴിവിട്ട് ഒരുപാട് കാര്യങ്ങൾ ശ്രീ രാംകുമാറും ശ്രീ ഗോപാലകൃഷ്ണനും ഇവിടെ പറഞ്ഞപ്പോ അങ്ങ് അതിനെ നിയന്ത്രിച്ചില്ല. വഴിവിട്ട കാര്യങ്ങളല്ല ഞാൻ പറഞ്ഞല്ലോ. ഇപ്പൊ
അവർ ഈ വൃത്തത്തിനകത്ത് തന്നെയാണ് സംസാരിച്ചത്. ഞങ്ങൾ എന്തെങ്കിലും കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് അസഹിഷ്ണുത വരുന്നേ. കാരണം CPM മിനിഞ്ഞാന്നാൾ പറഞ്ഞത് ഇന്ന് നിങ്ങൾ ഏറ്റുപിടിക്കുന്നു. നിങ്ങൾ രണ്ടു കൂട്ടരുടെയും ലക്ഷ്യം ഞങ്ങളെ തകർക്കാനാണ്. ആ തകർക്കലിന് വേണ്ടി ഞാൻ ചോദിക്കുന്നു നമ്പ്യാരെ, ഒരു പത്രത്തിൽ 23-ാം തീയതി 20-ാം തീയതി ഇലക്ഷൻ നടക്കുന്നു, 19-ാം തീയതി ഇറങ്ങിയ ഒരു പത്രത്തിനകത്ത് എത്ര ഹീനമായ, എത്ര നിന്ദ്യമായ രീതിയിലാണ് ആ രണ്ട് പത്രം സുപ്രഭാതത്തിലും സിറാജിലും CPM പരസ്യം കൊടുത്തത്. അവരും മുസ്ലിം വോട്ടുകൾ കിട്ടാൻ വേണ്ടിയാണ് പരസ്യം. അവര് മുസ്ലിം വോട്ടുകൾ കിട്ടാൻ വേണ്ടി അവർ ഭരണത്തിലിരിക്കുന്നവർ. അപ്പൊ പിന്നെ ഞങ്ങൾ ഇവരുമായിട്ട് കൂട്ടിച്ചേർന്നു എന്നൊക്കെ പറയുന്നത്. ഞാൻ രാംകുമാർ സാറിനോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് പറയുന്നു, അങ്ങ് ഈ എന്താ പറയുക SDPI പോലുള്ള സംഘടനകളുമായി കോൺഗ്രസ് കൂട്ടിച്ചേരുന്നു എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ ആക്ഷേപിക്കുമ്പോൾ ഞങ്ങൾ വിനയപുരസരം അങ്ങയോട് പറയുന്നു, സാർ അങ്ങേക്ക് തെറ്റുപറ്റി, അങ്ങ് കോൺഗ്രസിനെ മനസ്സിലാക്കുന്നതിന് തെറ്റുപറ്റി എന്ന് എനിക്ക് ആ കാര്യത്തിൽ പറയാനുള്ളൂ. പിന്നെ ഇവിടെ പറഞ്ഞിട്ടെ, ഇവിടെ അൻസാരി ഇരിക്കുന്നു. അൻസാരി പറയുന്നത്, അൻസാരിയുടെ പാർട്ടി പറയുന്നത് ഞങ്ങൾ 10,000 വോട്ട്, ഇതെന്താ ചാക്കിലും വല്ലതും കെട്ടിവെച്ചിരിക്കുകയാണോ പാലക്കാട്ട്? നിങ്ങൾ ആക്ഷേപിക്കരുത് പാലക്കാട്ടെ വോട്ടർമാരെ. നിങ്ങൾക്ക് 10,000 വോട്ട് മറിക്കാനായിട്ട് ചാക്കിൽ വല്ലതും കെട്ടി. എന്നാ പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്തായിരുന്നോ, ചേലക്കരയിൽ ഞങ്ങൾക്ക് ഒരു 10,000 കൂടെ മറിച്ച് തന്നിരുന്നെങ്കിൽ ഞങ്ങൾ അങ്ങ് രക്ഷപ്പെട്ടേനല്ലോ. ഇപ്പൊ ഞങ്ങളൊരു മൃഗീയം എന്നുള്ള വാക്കല്ല ഞാൻ ഉപയോഗിക്കുന്നത്, ഞങ്ങളൊരു മഹാഭൂരിപക്ഷത്തിൽ ഈ CPM-ന്റെ ഈ ദുർഭരണത്തിനെതിരെയും BJP-യുടെ വർഗീയതയ്ക്കെതിരെയുമുള്ള വലിയൊരു പോരാട്ടത്തിൽ ഞങ്ങൾ 18,840 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാനും മുതലേച്ചനും കൂടി ഇതാ കാളയെ പിടിച്ചിരിക്കുന്നു എന്ന അവകാശവാദവുമായിട്ട്. അതുകൊണ്ട് ഞാൻ അൻസാരി ഒരു ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ അൻസാരിയോടുള്ള എല്ലാ പ്രതിപക്ഷ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് പറയുന്നു, ഞങ്ങൾ 10,000 മറിച്ചു, 20 എത്ര വോട്ട് നിങ്ങൾ മറിച്ചാൽ എത്ര വോട്ട് പാർട്ടിക്ക്? എന്നിട്ട് വെറുതെ വന്നിരുന്ന അവകാശവാദങ്ങൾ, ഞങ്ങൾ 10,000 മറിച്ചു, 20,000 സേനാപതി വേണു. ജനം TV പാലക്കാട് 7 ജനസഭകളാണ് സംഘടിപ്പിച്ചത് കേട്ടോ. ഈ ജനസഭകളിലൊക്കെ പങ്കെടുത്ത കോൺഗ്രസിൻ്റെ പ്രതിനിധികളോട് ഞാൻ ചോദിച്ചിരുന്നു, അതായത് SDPI പോലുള്ള ഒരു പ്രസ്ഥാനത്തിൻ്റെ വോട്ട് വേണ്ട എന്ന് പറയാനുള്ള ആർജവമുണ്ടോ എന്ന്. മറുപടി എന്താണെന്നറിയാമോ? ഞങ്ങൾക്ക് ഒരു മത തീവ്രവാദ ശക്തിയുടെയും വോട്ട് വേണ്ട എന്നുള്ളതാണ്. SDPI എന്ന പേര് പറയാൻ എന്താ ഇത്ര പേടി കോൺഗ്രസ്സുകാർക്ക്? പറഞ്ഞില്ല. അല്ല, ഞങ്ങൾക്ക് ഒരു സേനാപതി വേണു, എന്നെ വിശ്വസിക്കൂ, SDPI എന്ന പേര് പറയാൻ ഇവിടെ കോൺഗ്രസ്സുകാർക്ക് എന്താണ് പേടി? എന്താണ് നമ്പ്യാരെ, ഇന്ന് ജനം TVയുടെ ചർച്ചയുടെ ഉദ്ദേശം എന്ത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അറിയാം. ഇന്ന് BJP-യിൽ പാലക്കാട് ഉരുത്തിരിച്ചിരിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് വഴിതിരിച്ചുവിടണം. അവിടെ 10,000-15,000 വോട്ട് BJP-യുടെ പോക്കറ്റിൽ നിന്ന് പോയിരിക്കുന്നു. അവിടെ വലിയ പ്രതിസന്ധിയിലേക്ക് നിൽക്കുന്നു. ഇന്ന് അവിടുത്തെ മുനിസിപ്പൽ കോർപ്പറേഷന്റെ ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള ആളുകൾ അവരൊക്കെ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങൾ, ഈ വിഷയങ്ങൾ കാര്യമില്ല. അത് നേതൃയോഗം ചേർന്ന് അവർ ഉചിതമായിട്ടുള്ള തീരുമാനം എടുത്തോട്ടെ. ഞങ്ങൾക്ക് ദയവ് ചെയ്ത് ഞങ്ങൾക്ക് കിട്ടിയ ഭൂരിപക്ഷം ദയവ് ചെയ്ത് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കൂട്ടുകൂടിയത് അവിലും മലരും കരുതി വെച്ചോ എന്ന് പറഞ്ഞവരോട് അത് മറക്കരുത് കേട്ടോ. അത് മറക്കരുത്. രാംകുമാർ സാർ ഓർമ്മിപ്പിച്ചത് കോൺഗ്രസിന്റെ ചരിത്രം അങ്ങനെയല്ല എന്നുള്ളതാണ്. കോൺഗ്രസിന്റെ ചരിത്രം അങ്ങനെയല്ല. അവിലും മലരും കുന്തുരുക്കവും കരുതി വെച്ചോ എന്ന് പറഞ്ഞവരോട്, അല്ലെങ്കിൽ കൊന്നു കെട്ടിത്തൂക്കും എന്ന് പരസ്യമായി പറഞ്ഞവരോടാണ് നിങ്ങൾ സന്ധി ചെയ്തിരിക്കുന്നത്. ഞാനിവിടെ അൻസാരി ഇരിപ്പുണ്ടല്ലോ, നമ്പ്യാർ ഇവിടെ അൻസാരി ഇരിപ്പുണ്ട്. ഞാൻ അൻസാരിയോട് ചോദിക്കുന്നു, അൻസാരി പറയട്ടെ, ഏതെങ്കിലും ഒരു കോൺഗ്രസിന്റെ നേതാവ്, നിങ്ങൾ സ്ഥാനാർത്ഥി കണ്ടെന്ന് പറയുന്നു, ഞാൻ ചോദിക്കുന്നു, രാഹുൽ മാങ്കൂട്ടത്തിൽ ഒറ്റയ്ക്കോ കൂട്ടായോ ഈ SDPI-യുമായിട്ട് രഹസ്യമായിട്ട് ഏതെങ്കിലും ഒരു ചർച്ച നടത്തിയോ? ഇല്ലെങ്കിൽ നിങ്ങളുമായിട്ട് എവിടെയെങ്കിലും ഒരു സംഭാഷണത്തിന് വന്നോ? തെളിവല്ലേ ഫോട്ടോ? ഏതാ ഫോട്ടോ? തെളിവല്ലേ ഫോട്ടോ? നമ്പ്യാരെ ഒളിച്ചു ഒരു സ്ഥാനാർത്ഥി സേനാപതി വേണു, അഡ്വക്കേറ്റ് സേനാപതി വേണു, SDPI-യുടെ ലഘുലേഖ പിടിച്ചു നിൽക്കുന്ന പ്രവർത്തകരോടൊപ്പമാണ് രാഹുൽ മാങ്കൂട്ടത്ത് നിൽക്കുന്നത്. അതിൽ നിന്ന്
കേക്ക്, RSSന്റെ ലഘുലേഖ പിടിച്ച് ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിലും വഴിയിൽ കാണുമ്പോൾ സന്തോഷം പറഞ്ഞു പോകും. അത് സ്ഥാനാർത്ഥിയുടെ മര്യാദയാണ്. അതാണോ നിങ്ങളൊരു ചാനൽ ചർച്ചയിൽ ഇപ്പോൾ വിഷയമാക്കി വന്നിരിക്കുന്നത്? ലഘുലേഖ പിടിച്ചു നിൽക്കുന്നവരോട് വർത്തമാനം പറഞ്ഞു, അതുകൊണ്ടാണോ? അതാണോ ഒരു ചാനൽ ചർച്ച ചെയ്യേണ്ടത്? സാർ, ഇവരൊന്നും ഇപ്പം SDPI ഇപ്പം നിരോധിച്ചിട്ടില്ല എന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. SDPIക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അംഗീകാരമുണ്ട്. ഇപ്പൊ അവർ നിരോധിത സംഘടനയല്ല. അവർ നിരോധിത സംഘടനയായിട്ട് വരുന്ന ഒരു ഘട്ടത്തിൽ അപ്പൊ പറയാം, വഴിയിൽ ഞങ്ങൾ അവരെ അല്ല, ഞങ്ങൾ വഴിയിൽ കണ്ടില്ല. നമ്പ്യാരെ, ഞങ്ങൾ രഹസ്യമായോ പരസ്യമായോ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഒരു ചർച്ചയും SDPIയുമായിട്ട് നടത്തിയില്ല. പിന്നെ വഴിയിൽ ആരെങ്കിലും SDPI കാരനാണോ ആരെങ്കിലും ലഘുലേഖയുമായിട്ട് വന്നു? ഞങ്ങളുടെ സ്ഥാനാർത്ഥി വോട്ട് ചോദിച്ചു വരുമ്പോ അവരെയും കണ്ടിട്ടുണ്ട്. നക്സലൈറ്റ് ഉണ്ടെങ്കിൽ അവരെയും കണ്ടു, മാവോയിസ്റ്റ് ഉണ്ടെങ്കിൽ അവരെയും കാണും. വോട്ടറാണ് എങ്കിൽ അത് സ്ഥാനാർത്ഥി എന്ന നിലയിൽ വോട്ട് ചോദിക്കുന്ന അത് സ്ഥാനാർത്ഥിയുടെ മര്യാദ. വെൽഫെയർ പാർട്ടിയുടെ ഓഫീസ് പോയത് എന്തിനാ? ഞാൻ ചോദിക്കുന്ന വെൽഫെയർ പാർട്ടി ഒരു നിരോധിത പാർട്ടിയല്ലല്ലോ. വഴിസൈഡിൽ അവരുടെ ഓഫീസ് മനസ്സിലായി, പ്രേക്ഷകർക്ക് മനസ്സിലായി. അല്ല, എന്താണ് ഞാൻ ചോദിക്കുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസ്, അത് നക്സലൈറ്റ് ഓഫീസ് ആണെങ്കിലും അത് പരസ്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഒരു സ്ഥാനാർത്ഥി പോകുമ്പോൾ അവിടെ മനുഷ്യർ ഇരിപ്പുണ്ടെങ്കിൽ അവിടെ കയറും, അവരോട് വോട്ട് ചോദിക്കും. അതൊരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ചെയ്യുന്ന. അതിനർത്ഥം ഞങ്ങൾ ഇനി വെൽഫെയർ പാർട്ടിയുമായിട്ട് ചർച്ച നടത്തി, അതല്ല എങ്കിൽ ഞങ്ങൾ SDPIയുമായി. ഇവര് പറയട്ടെ, ഇവര് തെളിവ് കൊണ്ടുവരട്ടെ. ഇവര് പറഞ്ഞല്ലോ ഞങ്ങൾ 10,000 വോട്ട് ഞങ്ങൾക്ക് മറിച്ചു തന്നു എന്നൊക്കെ പറയുന്നത്. ഞങ്ങൾ ഇവരോട് വെല്ലുവിളിച്ച് തന്നെ പറയുന്നു, നിങ്ങൾ പറ, ഞങ്ങൾ എപ്പോഴെങ്കിലും ഞങ്ങളുടെ ഏതെങ്കിലും നേതാക്കൾ അതല്ല എങ്കിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥി രഹസ്യമായിട്ട് എന്തെങ്കിലും ഒരു ചർച്ചയ്ക്ക് ഇനി വഴിയിൽ കണ്ടു വർത്തമാനം പറഞ്ഞു, അല്ലെങ്കിൽ ഓഫീസിൽ നിങ്ങൾ ഇരിക്കുന്നിടത്ത് വന്ന് വോട്ട് ചോദിച്ചു എന്നുള്ള കാര്യം ഒഴിച്ച് ഞങ്ങൾ രഹസ്യമായിട്ട് ഏതെങ്കിലും രീതിയിലൊരു ചർച്ച ഇവരുമായിട്ട് നടത്തിയിട്ടുണ്ടെന്ന് ഇവര് പറയട്ടെ. നിങ്ങൾ ഈ 2 ഫോട്ടോയും എടുത്ത് അൻസാരി, നിങ്ങളെയൊക്കെ നിഷ്കരുണം തള്ളിക്കളയുന്നവരോട് എന്തിനാണ് ഈ സമരസപ്പെട്ട് പോയത്? എന്തിനാണ് അവർക്ക് വോട്ട് മറിച്ചു കൊടുത്തത്? ഇപ്പൊ മനസ്സിലായല്ലോ. ഞാൻ പറയുന്നത് ഞങ്ങളല്ല അവകാശവാദം പറഞ്ഞത്. അതുകൂടെ നിൽക്കട്ടെ. ഗോപാലകൃഷ്ണൻ ഈ ചർച്ചയിൽ നിന്ന് ഇറങ്ങിപ്പോയിരുന്നു. സഹിഷ്ണുത എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് ഞാൻ ഇതിനിടയ്ക്ക് പ്രസംഗം നടത്തുമ്പോൾ ഞാൻ തടസ്സപ്പെടുത്തിന് സഹിഷ്ണുതയ്ക്ക് എതിരെന്ന് പറഞ്ഞു കണ്ടു. മറ്റൊന്ന്, BJPയുടെ നേതാവ് SDPയുടെ നേതാവുമായിട്ട് ചർച്ചയ്ക്ക് ഇരിക്കില്ലെങ്കിൽ എൻ്റെ അറിവിൽ തന്നെ ഏതാണ്ട് 10-15 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ BJPയും SDPയും കൂടി ഒരുമിച്ചിരിക്കുന്ന തദ്ദേശ സ്ഥാപനം കേരളത്തിലുണ്ട്. അങ്ങനെയെങ്കിൽ BJPയുടെ അൻസാരി ഒരുമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരേ കൗൺസിൽ എത്ര എടുത്തുണ്ട്? കോട്ടാങ്കൽ പഞ്ചായത്തിൽ 5 ഒന്നിച്ചിരിക്കുന്നല്ലോ പറഞ്ഞേ. ഒരുമിച്ച് അങ്ങനെ ഒരു പ്രതിപക്ഷ ബഹുമാനമില്ല. ഒരിക്കലും അങ്ങനെയല്ല. ഞാൻ പറഞ്ഞത് ഒരുമിച്ചിരിക്കുന്നത് എന്തൊക്കെയോ ഭീകരത. ഇപ്പൊ കോട്ടാങ്കൽ 5 ജനപ്രതിനിധികൾ രാജിവെച്ചിട്ട് മാറട്ടെ, അങ്ങനെ ഞാൻ പറഞ്ഞു. മറ്റൊന്ന്, രാംകുമാർ സാർ വളരെ പ്രഗത്ഭനാണ്, നമ്മളൊക്കെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ചതിയാണ് യഥാർത്ഥത്തിൽ ജനം TV ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിനെ വിളിച്ചിരുത്തി ഒരു ചാനൽ ചർച്ചയ്ക്ക് ഇരുത്തുമ്പം സ്വാഭാവികമായിട്ടും എന്ത് വിഷയമാണ് എന്നെങ്കിലും അദ്ദേഹത്തിനൊന്ന് പറഞ്ഞു കൊടുക്കണം. ആ ഇരിക്കുന്ന സഹ പാനലിസ്റ്റുകൾ ആരാണ്? SDPയുടെ പ്രതിനിധിയാണോ, ലീഗിൻ്റെ പ്രതിനിധിയാണോ, അല്ലെങ്കിൽ എന്താണ് ലീഗ്, എന്താണ് ഇപ്പോൾ ഓർമ്മയുടെ കുറവുണ്ടായിരിക്കും. അദ്ദേഹം വളരെ പ്രഗത്ഭനാണ്. മറ്റൊന്ന് അദ്ദേഹത്തിനോട് പറയാനുള്ളത്, അപ്പോൾ കുറേ ഉപദേശം പറഞ്ഞിരുന്നു. ആ ഉപദേശമൊക്കെ യഥാർത്ഥത്തിൽ RSSനും BJPക്കും മോഡിക്കും ഒക്കെയാണ് ചെയ്തു കൊടുക്കേണ്ടത്. നമുക്ക് ഈ അവിടെ പറഞ്ഞ ഓരോ കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പം സാറേ ഞാൻ പറയട്ടെ, അദ്ദേഹം പറഞ്ഞതിനകത്ത് എന്ത് തെറ്റെന്നോ? അദ്ദേഹം പറഞ്ഞതിനകത്ത് എന്താണ് ശരി? ഇവിടെ ഏതെങ്കിലും ഒരു SDPക്കാരൻ ആരെങ്കിലും അമ്പലത്തിൽ കയറ്റരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലേ? പ്രചരണമോ പ്രസംഗമോ നടത്തിയിട്ടുണ്ടോ? ഏതെങ്കിലും അമ്പലം പൊളിക്കണമെന്നോ ഏതെങ്കിലും ഏത് SDPക്കാരനാ അവലും മലരും പറഞ്ഞത്? നിങ്ങൾ തെളിവ് കൊണ്ടുവാ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ജനം TVയിൽ വന്ന് പറഞ്ഞപ്പോ ഇത് ഞാൻ ആവർത്തിച്ചു, ഇത് 2ാമത് വട്ടം ഞാൻ ചോദിക്കുന്നു. അവരും മലരും കൊണ്ടുവരണമെന്ന് പറഞ്ഞ ഏത് SDPക്കാരനാ? നിങ്ങൾക്ക് തെളിവ് കൊണ്ടുവരാൻ കഴിയോ? ആ മുദ്രാവാക്യം വിളിച്ചവര് SDP ആണോ? ആ മുദ്രാവാക്യം വിളിച്ചത് SDP ആണോ? അല്ല. മാത്രമല്ല RSS എത്രയോ കൊലവിളികൾ നടത്തിയിട്ടുണ്ട്. എന്താ രാംസാർ കാണാത്തത്? തൊപ്പി വെച്ചവരെ തല കാണില്ല, നിസ്കരിക്കാൻ പള്ളി കാണില്ല എന്ന് പറഞ്ഞത് RSS.
അതിനെക്കുറിച്ച് രാംകുമാർ സാർ കേൾക്കാതെ പോയത് എന്താ? ഇവിടെ ഒരു 3ാം ക്ലാസ്സുകാരനായ ഒരു ഫഹദ് എന്ന് പറയുന്ന ഒരു മോനെ RSSകാരനായ ഒരു വിജയൻ പിന്നെ ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന അധ്യക്ഷ അവരുടെ പ്രസംഗത്തിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് ഇവിടെ വെട്ടിക്കൊന്നു. ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളെ കൊന്ന പാർട്ടി BJP ആണ്, RSS ആണ്. അത് കൃത്യമായിട്ട് രാംകുമാർ സാർ അറിയില്ലേ? SDPക്കാരാണോ ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളെ കൊന്നത്? അല്ല, RSS ആണ്. അനിൽകുമാറിന് ചലഞ്ച് ചെയ്യാൻ കഴിയോ? ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളെ കൊന്ന പാർട്ടി അല്ലെ സംഘടന RSS. ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരെ കൊന്നതാരാ? കണ്ണൂരിൽ 100 കണക്കിന് കമ്മ്യൂണിസ്റ്റുകാരെ കൊന്നതാരാ? SDPക്കാരാണോ? ഈ കേരളത്തിലെ രാഷ്ട്രീയത്തിലെ കൊലപാതകങ്ങളൊന്നും നോക്കിയേ. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളെ കൊന്ന ഒരു പാർട്ടി RSS ആണ്. ഫഹദ് എന്ന് പറയും മതം മാറിയതിന്റെ പേരിൽ ദേശവിരുദ്ധമായി പ്രവർത്തിക്കുന്നു. ദേശവിരുദ്ധമായി പ്രവർത്തിക്കുന്നു. അത് കണ്ടെത്തിയ ദേശീയ അന്വേഷണ ഏജൻസി തന്നെ കണ്ടെത്തിയല്ലോ. SDPI PFI എന്താണ്? PFI ഒരു മനുഷ്യന്റെ ജീവൻ കളയുന്നതിൽ നിങ്ങൾക്ക് ഇത്രയും 1.5 വർഷമായിട്ട് നിങ്ങളുടെ ഓരോ നേതാവിനെയെങ്കിലും ജയിലറയ്ക്കുള്ളിൽ നിന്ന് പുറത്തിറക്കാൻ നിങ്ങൾക്ക് സാധിച്ചോ? നിങ്ങൾ ഈ പറയുന്നുണ്ടല്ലോ, ഇപ്പൊ ഈ ഫ്ലോറിൽ ഇരുന്ന് പല കാര്യങ്ങളും വളർത്തുന്നതിനുള്ള ഫണ്ട് ലഭിക്കുന്നു എന്നടക്കം NIA കണ്ടെത്തിയില്ലേ? അൻസാരി, ഇതൊക്കെ കോടതിയെ പറ്റിക്കാൻ പറ്റുമോ? കോടതിയുടെ മുന്നിൽ തെളിവുകളാണുള്ളത്. തെളിവുകളുടെ ഇവരൊക്കെ ഇപ്പോഴും ജയിലിൽ കഴിയുന്നത്. എത്ര തവണ ജാമ്യത്തിന് അപേക്ഷിച്ചു? കഴിഞ്ഞ 16 വർഷം SDPI കഴിഞ്ഞ 16 വർഷമായി പ്രവർത്തിക്കുന്നു. ആ 16 വർഷത്തിൽ കോൺഗ്രസ് ഈ രാജ്യത്ത് ഭരിച്ചിട്ടുണ്ട്. ഇടതുപക്ഷ പിന്തുണയോടുകൂടി കോൺഗ്രസ് ഭരിച്ചിട്ടുണ്ട്. BJP 10 വർഷത്തിലധികം ഭരിക്കുന്നു. എന്തുകൊണ്ടാണ് SDPI നിരോധിക്കാത്തത്? ഈ പാർട്ടി ഒരു അപകടമുള്ള പാർട്ടിയല്ല. ഈ പാർട്ടിയിലെ 27 പേജുള്ള ഭരണഘടനയുണ്ട്. ആ ഭരണഘടനയിൽ ഒരിടത്തും ഒരു വിദ്വേഷം പറയുന്നില്ല. ഈ രാജ്യത്ത് മതം സ്ഥാപിക്കണമെന്ന് പറയുന്നത് RSS അല്ലാതെ വേറെ ഒരു പാർട്ടിയല്ല. ഇപ്പൊ സ്വാഭാവികമായും ഈ ജനകീയ സത്യസന്ധത പറയുന്ന ഇവിടെയും ഗോപാലനാണല്ലോ, ഇവിടെ സത്യസന്ധമായ രാഷ്ട്രീയം പറയുമ്പോൾ അതിന് മറുപടി ഇല്ലാത്തതുകൊണ്ടാണല്ലോ എഴുതിട്ട് പോകുന്നത്. ഇതൊക്കെ ആരുടെ ആശയ പ്രചാരണമാണ്? ആരുടെ ഉദ്ദേശീയ ലക്ഷ്യങ്ങളാണ്? SDPയുടേതാണോ? അനിൽ നമ്പ്യാർ അത് തെളിയിച്ചാൽ ഈ 2047 ഇന്ത്യ ഒരു ഇസ്ലാമിക രാജ്യമാകുമെന്ന് SDPI പറഞ്ഞു, അല്ലെങ്കിൽ അതിന്റെ എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ, ഒരു പ്രസംഗത്തിന്റെ തെളിവെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ രാജിവെക്കാം. നിങ്ങൾക്ക് പറ്റുമോ? അൻസാരി ആര് പറഞ്ഞു? പിന്നെ അതുകൂടെ പറ. എനിക്ക് തെറ്റിയതാണെങ്കിൽ താങ്കൾക്ക് SDPI പറഞ്ഞോ? ഞാൻ ചോദിക്കുന്ന ആര് പറഞ്ഞു എന്നുള്ളതല്ല. ആര് പറഞ്ഞു എന്നുള്ളതല്ല, SDPI പറഞ്ഞു. ആര് പറഞ്ഞു? നിങ്ങളുടെ SDPI പറഞ്ഞോ? ഞാനതാ ചോദിക്കുന്നത്. ആര് പറഞ്ഞു എന്നുള്ളത് നിങ്ങൾ അന്വേഷിക്കൂ. ഞാൻ പറയുന്നത് ഇന്ത്യയിൽ അതിന്റെ അന്തസത്ത ഇതൊക്കെ തന്നെയാണ്. രാജ്യത്തിന് വിരുദ്ധമായി നിങ്ങൾ ഈ ജയിലും തീവ്രവാദവും നിങ്ങൾ എത്രയോ വർഷമായി പറയുന്നു. അതൊക്കെ പഴകി. പുതിയത് എന്തെങ്കിലും കൊണ്ടുവരും നമ്പ്യാരെ, പുതിയത് എന്തെങ്കിലും കൊണ്ടുവരും. അതൊക്കെ പഴകിപ്പോയി. ഇനി അതുകൊണ്ട് പറഞ്ഞാൽ ക്ലച്ച് പിടിക്കില്ല. അതാണ് ഞാൻ പറയട്ടെ. പാലക്കാട് 11,000 വോട്ട്. പാലക്കാട് 11,000 വോട്ട് BJPക്ക് കുറഞ്ഞത് SDPയുടെ നേരത്തെ SDPക്കാർക്ക് വോട്ട് ചെയ്തവരാണോ? അത് BJPയുടെ കുറവാണെന്നേ. അവിടെ മുനമ്പം പറഞ്ഞിട്ട്, വിദ്വേഷം പറഞ്ഞിട്ട്, മുസ്ലിങ്ങളെയും ക്രൈസ്തവരെയും തമ്മിലെടുപ്പിച്ചിട്ട് അവിടെ വോട്ട് പിടിക്കാൻ നോക്കിയപ്പോൾ BJPയുടെ വോട്ട് കുറഞ്ഞു. BJP ചർച്ച ചെയ്ത് BJP പരിശോധന നടത്തി കണ്ടെത്തട്ടെ. അൻസാരി, ഇവിടെ വിഷയം അതല്ലല്ലോ. നോക്കൂ, നിങ്ങൾ നേരത്തെ പറഞ്ഞു എന്താണ് പൊളിറ്റിക്കൽ ഇസ്ലാം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അപകടകരമായ രാഷ്ട്രീയത്തിന്റെ വക്താക്കളാണ് നിങ്ങൾ. അവിടെ നിങ്ങളുമായിട്ട് കോൺഗ്രസ് പോലുള്ള ഒരു പ്രസ്ഥാനം, ഒരു ചരിത്രമുള്ള ഒരു പ്രസ്ഥാനം നിങ്ങളുമായിട്ട് സഹകരിക്കുന്നു, നിങ്ങളുടെ പിന്തുണ നേടുന്നു. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി അവിടെ നിങ്ങളെ വന്ന് കാണുന്നു. അതിൽ നിന്നൊക്കെ എന്താണ് നാടെന്താ മനസ്സിലാക്കുന്നത്? നമ്മുടെ നാട് എങ്ങോട്ടേക്കാണ് പോകുന്നത്? എന്ത് പ്രശ്നമാണ്? ഒരു SDPക്കാരനെ ഒരു കോൺഗ്രസ്സുകാരനെ സ്ഥാനാർത്ഥി കണ്ടാൽ എന്ത് പ്രശ്നമാണ്? ജനം ടിവിക്കല്ലാതെ ഇതൊരു വാർത്ത പോലും ആവോ? ജനം ടിവിക്കല്ലാതെ ഒരു വാർത്ത പോലും ആവോ? അത്
ഇതെന്താണിത്? ഒരു SDPI എന്താ ഈ നാട്ടിൽ പ്രവർത്തിക്കാൻ പാടില്ലാത്ത പ്രസ്ഥാനം? ഞാൻ സംസ്ഥാന സെക്രട്ടറി ആയിട്ടിരിക്കുക. അപ്പോൾ ഞാൻ ഈ പാർട്ടിയുടെ എന്തോ ഒരു നിഗൂഢമായിട്ട് ഞാൻ ചാനൽ ചർച്ചയിൽ വരുന്നു. ഞങ്ങളുടെ ഓരോ നേതാക്കന്മാരും മാധ്യമപ്രവർത്തകരെ വിളിക്കുന്നു. നിങ്ങളുടെ പാർട്ടിയുടെ നിലപാട്, നിങ്ങളുടെ പാർട്ടിയുടെ അഭിപ്രായം അറിയാൻ വേണ്ടിയാണ് ഈ സംവാദത്തിലേക്ക് ക്ഷണിച്ചത്. അല്ല, ജനാധിപത്യപരമായിരിക്കണം സംവാദങ്ങൾ. അല്ല, അതുകൊണ്ടാണ് നിങ്ങളുടെ അഭിപ്രായം കൂടി അറിയാൻ വേണ്ടി വിളിച്ചത് അൻസാരി. ഇപ്പൊ അങ്ങനെ ഒരു വെറുപ്പ് വമിക്കുന്ന ഒരു പ്രസ്ഥാനം ആണ്, അല്ലെങ്കിൽ ഒരു ചാനലാണ് എങ്കിൽ നിങ്ങളെ പോലുള്ള ഒരാൾ ക്ഷണിക്കുമോ ഈ ഫ്ലോറിലേക്ക്? ഇല്ലല്ലോ. ക്ഷണിക്കുമോ? എന്തേ കേരളത്തിൽ SDPIക്ക് പാർട്ടിയൊന്നുമല്ല. SDPIക്ക് പിറകിൽ, ഞാൻ കൂടുതൽ പറയുന്നില്ല, SDPIയുടെ ഓരോ വാർത്തകൾ തേടി പിറകിൽ വരുന്നുണ്ട്. ചാനൽ ചർച്ചകളിൽ ഇപ്പൊ ജനം TV മാത്രമൊന്നുമല്ല നമ്മൾ ചാനൽ ചർച്ച പാർട്ടിയുടെ പ്രതിനിധികളായി ഞാൻ പോയിട്ടുണ്ട്, പാർട്ടിയുടെ മറ്റു പ്രതിനിധികളൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെ മാധ്യമങ്ങൾ അകറ്റി നിർത്തി. അല്ല, ഇനി ഒറ്റ ചോദ്യത്തിന് ഇപ്പം അല്ല, നമ്മുടെ സേനാപതി വേണു പറഞ്ഞല്ലോ, ഏതെങ്കിലും ആദ്യം പറഞ്ഞു ഇതാണ് പ്രസിഡന്റ്. കോൺഗ്രസിന്റെ ഏതെങ്കിലും ഒരു നേതാവ് SDPIയുടെ വോട്ടുകൾ അഭ്യർത്ഥിച്ച് SDPI സംസ്ഥാന നേതൃത്വത്തെ സമീപിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ പാർട്ടി ഓഫീസിൽ വന്നിട്ടുണ്ടോ? രഹസ്യമായിട്ടുള്ള എന്തെങ്കിലും ധാരണ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഞാൻ ആവർത്തിച്ചല്ലോ, കോൺഗ്രസുമായി ചർച്ച ചെയ്തിട്ടല്ല പാലക്കാട് നമ്മൾ പിന്തുണ കൊടുത്തത്. അവിടെ നിലവിലുള്ള വിദ്വേഷ രാഷ്ട്രീയത്തിനെതിരെ, വർഗീയ രാഷ്ട്രീയത്തിനെതിരെ അതൊരു കാരണവശാലും കേരളത്തിൻ്റെ മതനിരപേക്ഷത തകരുന്ന നിലയിൽ വളരരുത്, വിജയിക്കരുത് ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വിജയസാധ്യതയുള്ള ഒരു പാർട്ടിയെ അല്ലെങ്കിൽ മുന്നണിയെ പിന്തുണച്ചു. അത് ആരും ചർച്ച ചെയ്തിട്ടല്ല. മാത്രം എടുത്ത തീരുമാനമാണ് എന്നാണ് അൻസാരി പറയുന്നത്. പക്ഷേ അത് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുണ്ട്. ശ്രീ അൻസാരി, നിങ്ങൾ നേരത്തെ കോൺഗ്രസ് പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ ആരെയും പോയി കണ്ടിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശബ്ദിക്കുന്ന തെളിവുകളുണ്ട്. ആ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പറഞ്ഞത് ഏത് രീതിയിലായിരുന്നു സഹകരണം, എങ്ങനെയാണ് നിങ്ങൾ പിന്തുണ തേടിയത് എന്നൊക്കെയുള്ളത്. അടുത്ത രാംകുമാർ, കേരളത്തിലെ ജനവിധി തീരുമാനിക്കുന്നതിൽ പൊളിറ്റിക്കൽ ഇസ്ലാം നിർണായകമായിട്ടുള്ള പങ്ക് വഹിക്കുന്നു. അതിൻ്റെ ചില പ്രകടമായിട്ടുള്ള ഉദാഹരണങ്ങളാണല്ലോ നമ്മുടെ മുന്നിലുള്ളത്. ഇത് ഉണ്ടാക്കുന്ന ഭവിഷ്യത്തുകൾ എന്തൊക്കെയായിരിക്കും? കേരള ജനത ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ ബോധവാന്മാരാവേണ്ടതല്ലേ? അല്ല, തീർച്ചയായിട്ടും എൻ്റെ ഈ രണ്ട് സുഹൃത്തുക്കൾ ഈ ചർച്ചയിൽ പങ്കെടുത്ത് തന്നെ വളരെ നല്ല കാര്യമായി. കാരണം ഈ രാജ്യത്ത് ഏത് രാഷ്ട്രീയ അഭിപ്രായം വെച്ച് പുലർത്താനും രാഷ്ട്രീയ പ്രവർത്തനം നടത്താനും നമ്മുടെ ഭരണഘടന സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. അത് രാജ്യവിരുദ്ധമാകരുത്. പക്ഷേ എനിക്ക് മനസ്സിലാക്കാത്തത്, ഇവിടെ സംസാരിച്ച SDPIയുടെ പ്രതിനിധി മാധ്യമങ്ങൾ വഴി പറഞ്ഞു ഞങ്ങൾ UDF നേതാക്കന്മാരുമായിട്ട് ചർച്ച ചെയ്തു. എങ്ങനെ എൻ്റെ സുഹൃത്ത് സേനാപതി വേണു ഇത് വിട്ടുപോയതെന്ന് എനിക്ക് മനസ്സിലായി. എല്ലാ മാധ്യമങ്ങളിലും വന്നാണ്. ഞാൻ ചോദിക്കട്ടെ, അതിലെന്താ തെറ്റ്? പക്ഷെ അതെന്തിനാ രഹസ്യമാക്കി വെക്കുന്നത്? ധൈര്യമായിട്ട് പറയൂ. ഞങ്ങൾ മതേതരത്വത്തിൻ്റെ വക്താക്കളായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജ്യം വിഭജിക്കാൻ കൂട്ടുനിന്ന മഹത്തായ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെ ഞങ്ങൾ സഹായിക്കാൻ പോണു എന്ന് ധൈര്യമായിട്ട് പറഞ്ഞ് ജനങ്ങളുടെ വോട്ട് ചോദിച്ചൂടെ? അതിനെന്തിനാ രഹസ്യ സ്വഭാവം? VD സതീശൻ പറഞ്ഞു ഞങ്ങൾ SDPI ആയിട്ട് സംസാരിച്ചിട്ടില്ല. പക്ഷേ SDPIയുടെ സെക്രട്ടറി പറഞ്ഞു UDF നേതാക്കന്മാർ ഞങ്ങളുമായി ചർച്ചയ്ക്ക് വന്നു. അവർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സഹായിക്കുന്നത് അവരുടെ സ്വാതന്ത്ര്യമാണ്. അവർക്ക് കാഡർ പാർട്ടിയാണെങ്കിൽ അവർ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് പറയാൻ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അതിനെന്തിനാണ് രഹസ്യ സ്വഭാവം? നമ്മുടെ ജനാധിപത്യം വളരെ തുറന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന സംവിധാനമാണ്. അല്ലെങ്കിൽ SDPI ഒരു പാർട്ടി ഇവിടെ പ്രവർത്തിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിക്കുമോ? അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇവിടെ മുസ്ലിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന മുസ്ലിം ലീഗ് 47 മുതൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. മുസ്ലിം എന്ന പേരിൽ ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്, മുസ്ലിം മതചിഹ്നം കൊടിയിൽ ആരും എതിർത്തിട്ടില്ലല്ലോ.
അതവരുടെ സ്വാതന്ത്ര്യമാണ്. പിന്നെ അതിനെന്തിനാ രഹസ്യ സ്വഭാവം? ഞാൻ ചോദിക്കട്ടെ, മുസ്ലിം ലീഗിൻ്റെ കൊടി ഈ രാജ്യത്തെ എല്ലാ വിദ്യാസമ്പന്നരായ വോട്ടർമാർക്കറിയാം. വയനാട്ടിൽ എന്തിനാ കൊടി മാറ്റിയത്? ഈ രഹസ്യ ധാരണ എന്തിനാണ്? അവിടെയാണ് ഞങ്ങളെപ്പോലെ അല്പം വകതിരിവോ അല്ലെങ്കിൽ വിവരമോ കുറഞ്ഞ ആളുകളുടെ മനസ്സിൽ ബുദ്ധി വരുന്നത്. SDPI കോൺഗ്രസുമായി ചർച്ചയിൽ UDFുമായി ചർച്ച ചെയ്തെങ്കിൽ പരസ്യമായ രാഷ്ട്രീയ ചർച്ച ചെയ്ത് ഞങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ സഹായിക്കുന്നു എന്ന് പറയാനുള്ള ചങ്കൂറ്റം, ആർജവം, സത്യസന്ധത എന്തുകൊണ്ട് കാണിച്ചല്ലോ? വയനാട്ടിൽ ഞങ്ങൾ പ്രിയങ്ക വാദ്രാച്ചായൻ്റെ ഭാര്യയെ സഹായിക്കാൻ പോണു എന്ന് പറയണു. പറഞ്ഞോട്ടെ, അതവരുടെ സ്വാതന്ത്ര്യം. പക്ഷെ കൊടി എന്തിനാ മൂടി വയ്ക്കുന്നത്? കേരളത്തിലെ മിക്കവാറും ജില്ലകളിൽ സുപരിചിതമായ മുസ്ലിം ലീഗിൻ്റെ കൊടി വയനാട്ടിൽ നിന്ന് മാറ്റുന്നത് എന്തിനാ? ഇതൊക്കെയാണ് സാർ ഞങ്ങളെപ്പോലെ കപട മതേതരത്തെ എതിർക്കുന്ന ആളുകളുടെ മനസ്സിൽ അങ്കുരിക്കുന്ന ചില ശങ്കകൾ. അത് തീർത്തു തരാൻ ചർച്ചയിൽ പങ്കെടുക്കുന്ന പ്രഗത്ഭരായ പ്രതിനിധികൾക്ക് ബാധ്യതയുണ്ട്. കാരണം ഞങ്ങളുടെ മനസ്സിൽ ചെറിയ സംശയമാണ്. ധൈര്യപൂർവ്വം ഞങ്ങൾ ഇന്ന പാർട്ടിയെ സഹായിക്കുന്നു എന്ന് പറഞ്ഞാൽ കൊടി എന്തിനാ മാറ്റണം? ഞങ്ങൾ UDF നേതാക്കന്മാരുമായി രഹസ്യ ചർച്ച നടത്തി ഞങ്ങൾ വോട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. നിങ്ങളുടെ സ്വാതന്ത്ര്യം. പക്ഷേ അതെന്തിനാ രഹസ്യമാക്കുന്നത്? അവിടെയാണ് ഈ കപടമതേതരത്വം മുഖം മൂടി പുറത്തു വരുന്നത്. കാരണം SDPIയുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാലക്കാട് മണ്ഡലത്തിൽ ധാരണ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ വോട്ട് കിട്ടുന്നത് കുറയും എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി UDFിൻ്റെ ഇന്നത്തെ പ്രഗത്ഭ നേതാക്കന്മാർക്കുണ്ട്. അതുകൊണ്ടാണ് ഈ രഹസ്യ സ്വഭാവം. ഈ രഹസ്യ സ്വഭാവമാണ് ജനങ്ങളുടെ സംശയങ്ങൾക്ക് മുഴുവൻ കാരണമായിരിക്കുന്നത്. രാഷ്ട്രീയ കക്ഷികൾ പരസ്യമായി പ്രവർത്തിക്കണം. പരസ്യമായി തങ്ങളുടെ ആശയങ്ങളും പ്രവർത്തന ശൈലിയും ജനങ്ങളുടെ മുമ്പ് അവതരിപ്പിച്ച് വോട്ട് വയ്ക്കണം. രഹസ്യ സ്വഭാവത്തോടുകൂടിയില്ല. ഈ രഹസ്യ സ്വഭാവം വരുമ്പോൾ അതിലെന്തോ അജണ്ട ഉണ്ട്, ഗൂഢലക്ഷ്യമുണ്ട് എന്ന് സംശയം വരും. ഈ സംശയം ദൂരീകരിക്കാനുള്ള ബാധ്യത ഈ പാർട്ടികളുടെ വക്താക്കൾക്കുണ്ട്. അത് ഒഴിഞ്ഞു മാറിയിട്ട് കാര്യമില്ല. യെസ്, അഡ്വക്കേറ്റ് സേനാപതി വേണു, ഇപ്പോൾ കുറെ കൂടി ക്ലിയർ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അല്ല, ഞാൻ വീണ്ടും ചോദിക്കുന്നു, രാംകുമാർ സാറിന് അങ്ങനെ എന്തെങ്കിലും ഒരു അറിവുണ്ടെങ്കിൽ കോൺഗ്രസിന്റെ ഏത് നേതാവ് അല്ലെങ്കിൽ UDFിന്റെ ഏത് നേതാവ് അഡ്വക്കേറ്റ് സേനാപതി വേണു ഞാൻ ചോദിക്കുന്നത്, ഞങ്ങൾ ആരുമായിട്ട് അല്ല, ഞങ്ങൾക്ക് പോലും കണ്ടില്ല എന്ന് പറഞ്ഞെടുത്താണ് ഇപ്പൊ ഫോട്ടോ തെളിവായിട്ട് വന്നിരിക്കുന്നത്. ഫോട്ടോയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഞാൻ ചോദിക്കുന്നു, SDPIയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ഇവിടെ ഇരിക്കുന്നു. ഞാൻ അദ്ദേഹത്തെ ഗ്രീൻ ആർമി ഒരു MLAയുടെ നേതൃത്വത്തിൽ മുസ്ലിം കേന്ദ്രീകരിച്ച് പ്രചരണം നടത്തിയില്ലേ? അഡ്വക്കേറ്റ് സേനാപതി വേണുവിനെ അത് തള്ളിക്കളയാൻ പറ്റുമോ? അല്ല നമ്പ്യാരെ, ഞങ്ങൾ ജയിക്കുമ്പം അത് വർഗീയം, നിങ്ങൾ ജയിക്കുമ്പോൾ അത് സ്വർഗീയം. അതാണല്ലോ ഇപ്പൊ നിലപാട്. കോൺഗ്രസ് ജയിക്കുമ്പോൾ അത് വർഗീയം, നിങ്ങൾ ജയിക്കുമ്പോൾ അത് സ്വർഗീയം. ഞങ്ങൾ അതിനെ ഇപ്പൊ തൽക്കാലം അംഗീകരിക്കാനായിട്ട് ഉയർത്തിപ്പിടിക്കുന്ന ആളുകളാണല്ലോ ഞങ്ങൾ ജയിക്കുമ്പോൾ വർഗീയം, നിങ്ങൾ ജയിക്കുമ്പോൾ സ്വർഗീയമാണല്ലോ ഇപ്പൊ നമ്മുടെ നാട്ടില്. അല്ല, അതാണല്ലോ ഇപ്പൊ നമ്മുടെ പുതിയൊരു വാദഗതി. കോൺഗ്രസ് ജയിക്കുമ്പോൾ അത് വർഗീയം, നിങ്ങൾ ജയിക്കുമ്പോൾ സ്വർഗീയം. ആയിക്കോട്ടെ. അല്ല ഞാൻ ചോദിക്കുന്ന, ഞാൻ ശ്രീ രാംകുമാർ സാറിനോട് ഏത് കോൺഗ്രസ് നേതാവ്, ഏത് UDF നേതാവ് ഏത് ദിവസം SDPIയുടെ നേതാക്കളുമായിട്ട് ഞങ്ങൾ സാർ ഞങ്ങൾ എന്തിനാ രഹസ്യ ചർച്ച നടത്തുന്നത്? ഞങ്ങൾ പരസ്യമായി പ്രവർത്തിക്കുന്ന പാർട്ടിയല്ലേ? ഞങ്ങൾ പരസ്യമായിട്ടല്ലേ ഈ രാജ്യത്ത് സ്വാതന്ത്ര്യം നേടിയത്? അങ്ങ് രാജ്യം വിഭജിച്ചു എന്ന് ഈ രാജ്യത്തെ 16 വിഭജിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനങ്ങൾ ഉണ്ടായപ്പോ ആ തീരുമാനത്തിനെതിരെ നിലകൊണ്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് സാർ കോൺഗ്രസ്. ആ കോൺഗ്രസിന്റെ രാഷ്ട്രീയ ചരിത്രമൊക്കെ മറന്നു വെച്ചിട്ട് അങ്ങ് നെഹ്റുവിനെ രാജ്യം വിഭജിച്ചവൻ എന്ന് വിളിക്കുമ്പോ അങ്ങ് ചരിത്രത്തോട് ഒട്ടും നീതി പുലർത്തുന്നില്ല. 250 കൊല്ലക്കാലം ബ്രിട്ടീഷുകാരൻ ഈ രാജ്യം ഭരിക്കുന്നത് അവരെതിരെ സമരം ചെയ്യാൻ സാർ അങ്ങയുടെ പാർട്ടി ഇല്ലായിരുന്നു സാർ. അതാ ഞങ്ങൾക്ക് അങ്ങയോടുള്ള പോരായ്മ. ഇപ്പൊ നമ്മുടെ പ്രശ്നം അതല്ല. നമ്മുടെ വിഷയം വേറൊന്നാണ്. ഞാൻ ശ്രീ നമ്പ്യാരോടും വിനയപരിസരം പറയുന്നു. നമ്പ്യാരെ, ഒരുപാട് ചർച്ചകളിൽ നിങ്ങൾ എന്നെ ക്ഷണിക്കുന്നയാളാണ്, ഞാൻ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നയാളാണ്. നിങ്ങൾ SDPIയുടെ പ്രതിനിധിയെ ഒരു ചാനൽ ചർച്ചയിൽ വിളിച്ചിട്ട്
നിങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന ഒരു പാർട്ടിയുടെ നേതാവ് അദ്ദേഹത്തെ രാജ്യദ്രോഹി എന്ന് വിളിച്ചിട്ടാണ് ഇറങ്ങിപ്പോയത്. നിങ്ങൾ അത് ഒബ്ജക്ട് ചെയ്തില്ല. ഞാൻ അദ്ദേഹം പ്രതിഷേധിച്ചില്ലെങ്കിലും ഞാൻ എന്റെ പ്രതിഷേധം അറിയിക്കുന്നു. കാരണം ഞാൻ പൊതുപ്രവർത്തകനായതുകൊണ്ട്. അങ്ങനെ ഒരു അല്ല, ഞാൻ ചോദിക്കുന്ന വിയോജിക്കുന്നവന്റെ അഭിപ്രായം കേൾക്കുകയല്ലേ രാഷ്ട്രീയത്തിൽ വേണ്ടത്, അതല്ല രാജ്യദ്രോഹിയാണ്. അതുകൊണ്ട് നിന്റെ ചർച്ച ഞങ്ങൾ കേൾക്കുന്നില്ല എന്ന് പറയുമ്പോൾ നമ്പ്യാരോട് നിശബ്ദനായിട്ടിരുന്നു. അല്ലല്ല, അതിന് മറുപടി പറയാനുള്ള ബാധ്യത നമ്പ്യാർക്കുണ്ടായിരുന്നു. കാരണം നമ്പ്യാരെ അദ്ദേഹത്തെ നിങ്ങൾ ക്ഷണിച്ചു വന്നതാണ്. അദ്ദേഹത്തെ നിങ്ങൾ ക്ഷണിച്ചു വന്നതാണ്. ഗോപാലകൃഷ്ണൻ മര്യാദകേട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് മര്യാദകേടാണെന്ന് പറയാനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ടായിരുന്നു. അല്ല, ഓരോ വ്യക്തികളുടെ നിലപാടാണ്, വ്യക്തികളുടെ അല്ല, ഞാൻ നമ്പ്യാരെ ഒരു ചാനൽ ചർച്ചയിൽ ഇവിടെ വന്ന് ഒരു പ്രകോപനമായിട്ട് എന്റെ നിലപാടുകൾ ഞാൻ പറയും, എന്റെ പാർട്ടിയുടെ നിലപാട് ഞാൻ പറഞ്ഞു. പക്ഷെ ഇന്ന് നടന്നത് ഇറ്റ് വാസ് നോട്ട് എ ഹെൽത്തി ഡിബേറ്റ്. അതൊരു ആരോഗ്യകരമായ ചർച്ചയായിരുന്നില്ല, മറിച്ച് ചില അജണ്ടകൾ നിശ്ചയിച്ചുകൊണ്ടുള്ള ചർച്ചയാണ്. ഇനി ഞാൻ സ്ട്രൈറ്റ് ആയിട്ട് ചോദ്യത്തിലേക്ക് വരാം. ഞാൻ സ്ട്രൈറ്റ് ആയിട്ട് രാംകുമാർ സാർ ചോദിച്ചതിന്റെ വളരെ കൃത്യമായ മറുപടി ഇപ്പോഴും പറയുന്നു. ഏത് കോൺഗ്രസ് നേതാവ് രഹസ്യമായി SDPI ഇല്ലെങ്കിൽ അവരുടെ നേതാക്കളുമായി ചർച്ച നടത്തി നിങ്ങൾ തെളിവുകൾ പുറത്തുവിട്ടു? അല്ല, ഏതെങ്കിലും പാർട്ടി ഓഫീസിന്റെ സൈഡിൽ വോട്ട് ചോദിച്ചു. വരും ദിവസങ്ങളിൽ അഡ്വക്കേറ്റ് സേനാപതി വേണു കൂടുതൽ തെളിവുകൾ പുറത്തുവരും. എന്തായാലും പാലക്കാട് UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പൊ പാലക്കാടിന്റെ MLA ആകാൻ പോവാണല്ലോ, നിയുക്ത MLA ആണല്ലോ. അദ്ദേഹം SDPIയുമായും അതുപോലെ വെൽഫെയർ പാർട്ടിയുമായും ചർച്ച നടത്തി എന്നതിൻ്റെ തെളിവുകളാണ് ഇപ്പോൾ പ്രേക്ഷകരുടെ മുന്നിൽ ഞങ്ങൾ അവതരിപ്പിച്ചത്. ഇനി താങ്കൾ വെല്ലുവിളിച്ചല്ലോ മറ്റേതെങ്കിലും നേതാക്കന്മാർ ചർച്ച നടത്തിയിട്ടുണ്ടോ എന്നുള്ളത്. അത് വരും ദിവസങ്ങളിൽ ആ തെളിവുകളും പുറത്തുവരും. എന്തായാലും ഈ പോക്ക് അപകടകരമാണ്. സീറ്റുറപ്പിക്കാൻ വർഗീയ തീവ്രവാദ ശക്തികളോട് സമരസപ്പെടുന്ന ഇടത് വലത് കക്ഷികളുടെ സമീപനം ആത്മഹത്യാപരമാണ്. അധികാരത്തിലെത്താൻ ജനാധിപത്യത്തിന് ഭീഷണി ഉയർത്തുന്നവർക്ക് കൈ കൊടുക്കുന്നവ പുനർവിചിന്തനത്തിന് തയ്യാറാകണം, അല്ലെങ്കിൽ അത് ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നതിന് തുല്യമാകും. ജനറൽ ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദിയൊപ്പം പ്രേക്ഷകർക്കും.